ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് കോടികൾ മുക്കി എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.പി. അഞ്ജന രഞ്ജിത്ത് അടക്കം 3 പേർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. ഒരു ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ വിവിധ തലങ്ങളിൽ വിവിധ അച്ചടക്ക നടപടികൾ സാധാരണമാണെന്നും അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്നും പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ. പൊതുസമൂഹത്തെയോ മാധ്യമങ്ങളെയോ ഇത് ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും പാർട്ടിയിൽ നടന്നിട്ടില്ല എന്നും ബി.ജെ.പി. അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. എന്നാൽ കേരളത്തിൽ സംഘ് പരിവാർ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചത് നൂറുകണക്കിന് പ്രവർത്തകരാണ്. ആക്രമണങ്ങൾ നേരിട്ടവർ, വർഷങ്ങളോളം നിസ്വാർത്ഥമരായി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർ. അവരിൽ ഭൂരിഭാഗവും ഒരിക്കലും ഒരു പഞ്ചായത്ത് അംഗം പോലുമാകുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തവരാണ്. പ്രത്യയശാസ്ത്രത്തിനും ആശയത്തിനും സംഘടനയ്ക്കും വേണ്ടി പ്രവർത്തിച്ചവർക്ക് ബി.ജെ.പി. അധ്യക്ഷൻ്റെ വാർത്താക്കുറിപ്പ് മതിയാകുമോ എന്നറിയില്ല. ഇപ്പോഴിതാ നോട്ടുകെട്ടുകളുമായി ഇരിക്കുന്ന ഒരു പ്രവർത്തകൻ്റെ ചിത്രം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ഏതാനും വ്യക്തികളുടെ വീഴ്ച മാത്രമാണോ, അതോ സംഘടനയുടെ സാമ്പത്തിക സംവിധാനത്തിലെ വലിയ പോരായ്മയുടെ സൂചനയാണോ? പാർട്ടി നേതൃത്വം സ്വീകരിച്ച നടപടി സത്യസന്ധമായ ആത്മപരിശോധനയുടെ തുടക്കമാണോ, അതോ പുറത്തുവന്ന ആരോപണങ്ങളുടെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമം മാത്രമാണോ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ സമ്പത്ത് അതിൻ്റെ പ്രവർത്തകരാണ്. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയല്ല, ഒരു ആശയത്തിനും ആദർശത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരുടെ വിശ്വാസമാണ് ഏത് പ്രസ്ഥാനത്തിൻ്റെയും അടിത്തറ. ആ വിശ്വാസം ഇന്ന് പരീക്ഷിക്കപ്പെടുകയാണോ? പ്രത്യയശാസ്ത്രത്തിനു വേണ്ടി മാത്രം സംഘടനയ്ക്കൊപ്പം ഉറച്ചുനിന്ന പ്രവർത്തകർ ഇന്ന് നിരാശരാണോ? ബി.ജെ.പിയിലെ അഴിമതി ആരോപണങ്ങൾ ആത്മാർത്ഥരായ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുമോ? അതോ സുതാര്യമായ അന്വേഷണവും കർശനമായ നടപടിയും സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുമോ? സ്വാഗതം പൊതുവേദിയിലേക്ക്. യെസ്, എന്നോടൊപ്പം കെ നാസറാണ് ആദ്യം ചേരുന്നത്. മാനന്തവാടിയിൽ നിന്ന് ശ്രീ കെ നാസർ, ഒപ്പം കുഞ്ഞാമത് കൂടി എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നു. കുഞ്ഞാമത്, ഈ പാർട്ടിക്കകത്തു നിന്ന് വരുന്ന ഈ വാർത്തകളിൽ ഒരു വിശദീകരണം ബി.ജെ.പി. അധ്യക്ഷൻ നൽകുന്നുണ്ട്. ഇത് നമസ്കാരം. കുറെ കാലമായി കിട്ടാത്തത് കിട്ടിയത് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, സന്തോഷം. എനിക്ക് പറയാനുള്ള 2-3 കാര്യമുണ്ട്, അത് കേൾക്കണം സാർ. ഈ ചെറിയൊരു കേരളത്തിൽ ബി.ജെ.പി. അധികാരത്തിൽ വരില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. എന്നിട്ട് ഇത്രയും പൈസ ഈ കേരളത്തിൽ ഒഴുക്കിയത്, ഇത്രയും നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ബി.ജെ.പി. ഇന്ത്യയിൽ മൊത്തം എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ടാവുന്നുണ്ട് താങ്കൾക്ക് അറിയാമോ എന്നാണ് എനിക്ക് ചോദിക്കണം. രണ്ടാമത്തത്, ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പണം ഒഴുക്കിയിട്ടാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണം തിരിച്ചു പിടിച്ചത്. കോടിക്കണക്കിന് റുപ്യ ഗൂഗിൾ പേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് അവിടുത്തെ ഭരണം പിടിച്ചത്. ഇത്രയും നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ബി.ജെ.പി. ഇന്ത്യയിലും ഭരിക്കുന്നത്. പിന്നെ നോക്കൂ നിങ്ങൾ, അയോധ്യയിൽ 200 കോടി റുപ്യ വെട്ടിപ്പോയത് നടത്തിയേ. ഇത് നിങ്ങൾ ശരിക്കും ചർച്ച ചെയ്യേണ്ട കാര്യമായത്. ഇതിലായിരിക്കും പറയുള്ളൂ. യെസ്, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം സ്കറിയ കൂടി ചെറുപുഴയിൽ നിന്ന് ചേരുകയാണ്. സ്കറിയയെ അത്ഭുതപ്പെടുത്തിയോ ഈ വാർത്ത? മനു, ഒരു 2-3 കാര്യം എനിക്ക് പറയാനുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, കട്ടാക്കരുത്. ഇല്ല, നമ്മുടെ നോട്ട് നിരോധനം വന്നപ്പോ മനു ഇവിടെ എന്താണ് പറഞ്ഞത്? സാധാരണക്കാരന് 50,000 രൂപയ്ക്ക്. ഹലോ മനു, കേൾക്കുന്നു. നോട്ട് നിരോധനം വന്നപ്പോ പറഞ്ഞ ചിപ്പുണ്ട്, ആ ചിപ്പിലിട്ടാൽ പിടിക്കും, കള്ളപ്പണം ഒഴുക്കാൻ പറ്റുകയില്ല. 50,000 രൂപയ്ക്ക് താഴെ സാധാരണക്കാരന് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല. 2 ലക്ഷത്തിൽ കൂടുതൽ നടത്താൻ പാടില്ല. ഈ ബി.ജെ.പിക്ക് എങ്ങനെ 12 കോടി രൂപ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കണ്ടല്ലോ. അപ്പൊ ഇവർക്ക് ഇതെല്ലാം പറ്റുമോ? അപ്പൊ സാധാരണക്കാരന് പറ്റിയില്ല. അപ്പൊ ഇവിടെ ഒരു ആശുപത്രി കേസ് വന്നു. ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ്. മംഗലാപുരത്ത് ഒരു രോഗിയെ കൊണ്ട് പോയിരിക്കുകയാണ്. അവർ 1 ലക്ഷം രൂപ കെട്ടിവെക്കണമെങ്കിൽ ഞാനൊരു 41 രൂപ കുറയണം 50,000 രൂപയ്ക്ക് അടയ്ക്കാൻ. പിന്നെ വേറൊരാളെ കൊണ്ട് വേണം അത് ചെയ്യിക്കാൻ. അതൊക്കെ നമുക്ക് നിയമം ബാധകമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഈ 12 കോടി രൂപ എന്ന് പറഞ്ഞാൽ അത് എത്ര പൈസയാണെന്ന് മനുവിന് ഏകദേശം അറിയാലോ, അല്ലെങ്കിൽ ഈ കേരള സമൂഹത്തിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവരുടെ ഇഷ്ടത്താപ്പ് നമ്മുടെ സാധാരണക്കാരുടെ പൈസയ്ക്ക്
ഇവർ നോട്ട് നിരോധനം കൊണ്ട് സാധാരണക്കാരനെല്ലാം പോയി ബാങ്കിൽ ക്യൂ നിൽക്കുക ചെയ്തേ. ഇവരെല്ലാം വീടുകളിലേക്ക് പൈസ 2000 നോട്ടുകൾ കൊണ്ട് ഇവർ അട്ടിവെച്ചില്ലേ? അപ്പൊ ഇവരുടെ എത്രത്താപ്പ് എന്നാ? അപ്പൊ ഇവർ ഇന്ത്യയിൽ എത്ര കോടികൾ കട്ടിട്ടുണ്ട്? ഇവര് കത്തിയില്ലാത്ത പാർട്ടിയാണെന്നാ പറയുന്നത്. അപ്പൊ ഇവര് കേരളത്തില്, ഈ ചെറിയ കേരളത്തില് ഇവര് ഈ ഭരണം പിടിക്കാനായിട്ട് പല കുതന്ത്രങ്ങളും പറഞ്ഞിട്ട് ഇവര് ഈ നോട്ട് നിരോധനം കൊണ്ടുവന്നതിന് ഇവര് ഈ നമ്മുടെ ഇന്ത്യൻ സർക്കാരിന് അന്നത്തെ കാലത്ത് എന്റെ അറിവ് ശരിയാണെങ്കിൽ 20,000 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവാക്കിയെന്നാ പറഞ്ഞു. ആ 20,000 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവരെല്ലാം മാനമായിട്ട് ജീവിക്കായിരുന്നല്ലോ. അപ്പൊ ഈ BJPക്ക് എന്നിട്ട് 2000 നോട്ട് നിരോധിക്കുന്നു. ഈ 2000 സമയം ഇങ്ങനെ അതിക്രമിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്, അത് കൃത്യവുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മടങ്ങി വരാം. ഓക്കെ, അപ്പോൾ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ എന്നോട് ഗോമാതാജി പറയുന്നുണ്ട്. ജയ് മനു നമസ്കാരം, ചെറിയ ഹൃദയമൊക്കെ എനിക്ക് അയക്കുന്നുണ്ട്. ഷിജു എന്നോട് പറയുന്നു ഓക്കെ നമസ്കാരം എന്ന് പറയുന്നു. കേരള ഷുഡ് നെവർ ബോദർ ആസ് പബ്ലിക് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദീസ് ഓൾ ആർ ദീസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദീസ് തിങ്സ് എന്നാണ് പറയുന്നത്. ഷിജുവിൻ്റെ അഭിപ്രായം ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നാണോ എനിക്കറിയില്ല. അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് താല്പര്യം. നാഷണൽ പാട്രിയോട്സ് ഹാവ് നോ ഫീലിങ്സ് ആസ് ദേ ആർ ഓൾ ആർ ഡൊണേഷൻസ് എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ചെറിയ ചുവന്ന പൂക്കൾ ചിലർ അയക്കുന്നുണ്ട്. ഐ വണ്ടർ വൈ ഡിഡ് യു പിക്ക് അപ്പ് ദി സ്റ്റോക്ക് പിക്ക് എന്ന് ചോദിക്കുന്നു. ശ്രീ പങ്കജാക്ഷൻ നായർ എനിക്ക് ചുവന്ന പൂക്കൾ അയക്കുന്നു. മുരളീധരൻ നായരും എന്നോടൊപ്പം ചേർന്നു. ജയകുമാറൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റ് ചില പ്രേക്ഷകർ കൂടി എന്നോടൊപ്പം ടെലിഫോണിൽ ഉണ്ട്. ബിജു കല്ലമ്പലത്ത് നിന്നാണ് വിളിക്കുന്നത്. ബൈജു അതെ, ഞാൻ വർക്കല നിയോജക മണ്ഡലത്തിലെ വോട്ടറാണ്. അപ്പൊ അവിടെ ഇതുപോലെ സ്ഥാനാർത്ഥി പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫണ്ട് മുഖ്യെന്നും പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ ചാർജുള്ള ആൾക്കാരെ. അപ്പൊ അവരുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് ഈ ചാർജുള്ള ആൾക്കാരെ. പണ്ട് ഇലക്ഷൻ നിന്നപ്പോ കണക്ക് കൊടുത്തിട്ടില്ല. ഒരുപാട് അന്വേഷണമുള്ളതാണ്. വർക്കല നിയോജകമണ്ഡലം. ഓക്കെ, അപ്പോൾ അത് അവിടെ മാത്രം, അതായത് കേരളത്തിൽ എല്ലായിടത്തും ഇത്തരം ഇതുണ്ടെന്നാണ് ബിജുവിന്റെ ആരോപണം അല്ലേ? അല്ല, ഇതെനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കേസാണ്. അവിടെ ഈ ഓട്ടയ്ക്കാരി ശശി എന്ന് പറയുന്ന ആളാണ് അവിടെ ഇലക്ഷൻ ചാർജ് ഉണ്ടായത്. അപ്പൊ പുള്ളി ഇപ്പൊ കോടീശ്വരനാണ്. പണ്ട് അവിടെ 90 കാലഘട്ടത്തില് പുള്ളി വെബ് തന്നെ ആയിരുന്നു. ഇപ്പൊ കോടീശ്വരനാണ്. ഇതിനെ ഉള്ള അറിയാവുന്ന പണിയാന്ന് വെച്ചാൽ രാഷ്ട്രീയമാണ്. BJPയുടെ രാഷ്ട്രീയം ഒരു സമ്പാദ്യം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് അല്ലേ ബിജു? ബിജു എന്ത് ചെയ്യുന്നു? ബൈജു എന്താ ചെയ്യുന്നത്? ഞാൻ ബിസിനസ്സാണ്. ബിസിനസ്? എന്ത് ബിസിനസ്സാ? ഞാൻ കട. ഞാൻ BJP-കാരനാണ്. BJP-കാരനാണ്. അപ്പൊ BJP-കാരനായിട്ട് ഇത് അറിയാം, ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നു എന്നറിയാം. അപ്പൊ പാർട്ടിയിൽ അറിയാം. പാർട്ടിയിലേക്ക് നമുക്ക് ഉള്ള വേദികളിലൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സ്ഥാനാർത്ഥി തന്നെ ഇപ്പൊ പരാതിപ്പെട്ടിട്ടുണ്ട്, അവിടെ നിന്ന സ്ഥാനാർത്ഥി. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് അവിടെ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി തന്നെ പണം ഇങ്ങനെ ചുമതലക്കാർ തട്ടിയെടുത്തു എന്ന് ആരോപണം അവിടെ ഉണ്ടെന്നാണ്. അദ്ദേഹം BJP-കാരനാണെന്നും പറയുന്നു. ഓക്കെ, രാധാകൃഷ്ണൻ പണിക്കർ എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ രാധാകൃഷ്ണ പണിക്കരെ ഈ വാർത്ത ഞെട്ടിച്ചോ? എന്നെ മാത്രമല്ലല്ലോ സാർ ഞെട്ടിച്ചത് ഈ വാർത്ത. ഈ രാജ്യത്തുള്ള സഹസ്രം ജനങ്ങളെ മൊത്തം ഞെട്ടിച്ച ഒരു സംഭവമല്ലേ ഇത്? ഇത് സാധാരണക്കാരന് ഇപ്പൊ സാറേ, ഇതിനു മുൻപ് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അതുപോലെ പാലക്കാട് ഈ അടുത്ത സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. വാർത്താ മാധ്യമങ്ങളിലൊക്കെ നോട്ടുകെട്ടുകളുടെ പ്രചരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവരെല്ലാം അതേപോലെ തന്നെ ഒരു അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേന്ദ്ര മന്ത്രിമാരെന്ന് പറയുന്നവരിൽ നല്ലൊരു ശതമാനം കോടീശ്വരന്മാരാണ്. അവർക്ക് ഇവിടുത്തെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല. ഇതൊരു വസ്തുതാപരമായ കാര്യമാണ്. പിന്നെ അവർക്ക് ഇലക്ഷനിൽ തന്നെ തിരിമറി നടത്തുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ വൻ വ്യവസായികൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലങ്ങൾ പല സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നുമുണ്ട്. നേരെ ചൊവ്വേ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷിയെ ഛിന്ന ഭിന്നമാക്കി നാമാവശേഷമാക്കി അവര് അധികാരത്തിലേറാൻ വേണ്ടിയിട്ട് എന്ത് നടപടിയും സ്വീകരിക്കുന്ന ഒരു പ്രവണതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഫലമാണ് ഈ നോട്ടുകെട്ടുകളും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാലകൃഷ്ണൻ വടകര കൂടി എന്നോടൊപ്പം ഒന്ന് ചേരുകയാണ്. ഞാൻ ബാലകൃഷ്ണൻ വടകരയെ കാത്തിരിക്കുകയായിരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര,
ഈ ബാലകൃഷ്ണൻ വടകരയുടെ ആദ്യം പ്രതികരണം ഒന്ന് ഞാൻ കേൾക്കട്ടെ. എന്താണ് ഇത്, ന്യായീകരിക്കുകയാണോ അതോ ഇത് തള്ളിക്കളയുകയാണോ? സാർ നമസ്കാരം. നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉം. ഏതെങ്കിലും പ്രതിനിധി അഴിമതി നടത്തുകയോ ഫണ്ട് മുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ അന്വേഷണം വരുമെന്നുള്ളത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അയോധ്യയിൽ നടന്നതൊക്കെ കേസും അല്ല, തെളിഞ്ഞിട്ട് അയോധ്യ അവിടെ നിൽക്കട്ടെ. അങ്ങനെ അങ്ങക്ക് ഈ ഒരു സ്ഥിരം പരിപാടിയുണ്ട്. ഇവിടുത്തെ കാര്യം ഞാൻ ചോദിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയാണ് ഫണ്ട് മുക്കിയിരിക്കുന്നത്. 1.5 കോടി രൂപ ഫണ്ട് തട്ടിയെടുത്തിരിക്കുകയാണ്. ഇത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? അയോധ്യയിൽ കേസ് അയോധ്യയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കാര്യത്തിൽ അങ്ങ് ഇത് എപ്പോഴും ഇത് കാര്യം പറയുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇത് എടുത്തോണ്ട് പോകില്ലേ? അത് ഇവിടുത്തെ കാര്യമാണല്ലോ. ഇന്നത്തെ വിഷയം, ചർച്ചാ വിഷയം നിങ്ങളുടെ പാർട്ടിക്കകത്ത് നടന്ന വലിയ തട്ടിപ്പിനെ കുറിച്ചാണ്. അതിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് എനിക്ക് അറിയാൻ വലിയ താല്പര്യമുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് വലിയ തോതിൽ നിങ്ങളുടെ സംഘടനയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന ഒരാളാണല്ലോ. ഇന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഈ തട്ടിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നാണ്. അല്ല, തട്ടിപ്പിന് താങ്കൾക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ട്. താങ്കൾ എനിക്കൊന്ന് പറഞ്ഞതാ കേരളത്തിലെ ഈ വലിയ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് 18 മണിക്കൂർ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിന് 100 മണിക്കൂർ എന്ന് എഴുതി വെച്ചിട്ടാണ് പണം തട്ടിയിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പാർട്ടി നേതൃത്വം കൊടുക്കുന്ന കൊടികൾ അത് ഇവിടെ നിന്ന് വാങ്ങിയെന്ന തരത്തിൽ അങ്ങനെ കോടികൾ തട്ടിയെടുത്തിരിക്കുന്നു. 8.9 കോടി കോഴ വാങ്ങിയത് ഒരു വലം കൈയാണ്. പ്രിന്റിംഗ് പ്രസ്സിന് ആരുടെയെന്ന് ഞാൻ പറയണം, ആരുടെ വലം കൈയാണെന്ന് പറയണ്ടല്ലോ. പ്രിന്റിംഗ് പ്രസ് സംവിധാനം പാർട്ടിയുടെ പത്രാപ്പീസിൽ ഉള്ളപ്പോൾ അത് കണക്കാക്കാതെ പുറത്തു കൊടുത്തത് അതിൻ്റെ ഭാഗമായി നടന്ന തട്ടിപ്പ് 8.9 കോടി രൂപയാണ്. അങ്ങനെ എല്ലായിടത്തും തട്ടിപ്പിൻ്റെ കണക്ക് വരുമ്പോൾ ഏതാണ്ട് 10-12 കോടി രൂപയോളമാണ് വരുന്നത്. ഇതിന് ഞങ്ങൾക്കിത് പൊതുസമൂഹത്തിനോ മാധ്യമങ്ങളോ അറിയേണ്ട ഒരു കാര്യമല്ല എന്ന നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം ഈ നാട്ടിലെ സാധാരണക്കാരായ BJP പ്രവർത്തകർക്ക് അത് മതിയോ? അല്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ സംഗതിയും പൊതു പബ്ലിക്കിനോട് അദ്ദേഹം പറയും. പൊതുപ്രവർത്തകരോട്, പൊതുവിലുള്ള പബ്ലിക്കിനോട്, പ്രവർത്തിക്കുന്ന പബ്ലിക്കിനോട് അദ്ദേഹം പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത് BJPയുടെ പിന്നിലാര്, ഈ തട്ടിപ്പിന്റെ പിന്നിലാര് എന്ന് ചോദിച്ചൊരു അജണ്ട ഉണ്ടാക്കി, ഒരു സംസാരം ഉണ്ടാക്കി ഇതൊരു വിഷയമാക്കുന്ന താങ്കളുടെ അടുത്ത് തെളിവുണ്ടോ? ഇതിനൊക്കെ ഉണ്ടോ? വല്ല തെളിവും ഉണ്ടോ ന്യൂസ് എയ്റ്റീൻ്റെ അടുത്ത്? ഈ അങ്ങയുടെ ഒരു പ്രവർത്തകൻ നോട്ട് കെട്ടുകളുമായി ഇരുന്നൊരു ചിത്രം പുറത്തു വിട്ടിരുന്നു, അത് അങ്ങ് കണ്ടോ? അല്ല, അങ്ങനെ പല ചിത്രവും പലയിടത്തിലും വിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ഒരു കാര്യവുമില്ലാതെ ഈ 3 പേർക്കെതിരെ നടപടി എടുത്തത് അങ്ങക്ക് അറിയാമോ? അത് ഇതിനാണെന്ന് തെളിഞ്ഞോ? ഈ 3 എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തിനാണ് പിന്നെ ഈ സംസ്ഥാന സെക്രട്ടറി MP അഞ്ജന രഞ്ജിത്തിനെയും പാങ്ങപ്പാറ രാജീവിനെയും ഒക്കെ നിങ്ങൾ സംസ്ഥാന സമിതി അംഗമായിരുന്നല്ലോ, തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം ജയകുമാറിനെയും നിങ്ങൾ എന്തിനാണ് പുറത്താക്കിയത്? അത് പുറത്ത് വരട്ടെ. അതിന് മുമ്പ് താങ്കളും താങ്കളെ ചാനലും അങ്ങ് വിലയിരുത്തലാന്ന്. പിന്നെ താങ്കൾ എന്നോട് പറഞ്ഞു അയോധ്യ പറയല്ലാന്ന്. മറ്റ് പ്രേക്ഷകർ അയോധ്യയിലേക്ക് ഞാൻ അയോധ്യയല്ല. അങ്ങ് ഇത് എപ്പോഴും ഇത് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മാറി ഈ കാര്യത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഞാൻ പറഞ്ഞത്. ഇനി അങ്ങ് അയോധ്യയും പറഞ്ഞോ, ഞാൻ അതും തരാം. അയോധ്യയിൽ എന്താ കാര്യമൊന്നുമല്ലല്ലോ നടന്നിട്ടുള്ളത്. കോടികളുടെ മോഷണമല്ലേ അവിടെ നടന്നിട്ടുള്ളത്. ഞാനത് പറഞ്ഞത് അങ്ങയെ കുറെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അത് പറഞ്ഞാൽ അങ്ങ് കൂടുതൽ അപകടത്തിലാവും. എനിക്ക് ഞങ്ങളെ സംബന്ധിച്ചൊരു അപകടമില്ല സാർ. ഞങ്ങൾ ഇതൊക്കെ കണ്ടതാണ്. ഈ കോടികൾ ഇങ്ങനെ തട്ടിയെടുക്കുന്നതും അതിന്റെ പേരിൽ ജയിലിലാകുന്നതും പാർട്ടി നടപടികൾ നേരിടുന്നതും ഒന്നും ഒരു കുഴപ്പവുമില്ലെങ്കിൽ അങ്ങയോട് പിന്നെ നല്ല നമസ്കാരം എന്ന് എനിക്ക് പറയാനുള്ളൂ. മനുഷ്യർ, ഇവിടുത്തെ സാധാരണക്കാരെ മനുഷ്യർ അവന്റെ നിത്യാധ്വാനത്തിൽ നിന്ന് വരുന്ന ചുല്ല നാണയത്തുട്ടുകൾ ഭഗവാന് സമർപ്പിച്ചിട്ട് അതിൽ നിന്ന് തങ്ങളുടെ ഒരു ഭാഗം സമൂഹത്തിന് സമർപ്പിക്കുന്ന ആ മനുഷ്യർ ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ആ മനുഷ്യരുടെ ചില്ലിക്കാശ് തട്ടിയെടുത്തിട്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ലെന്ന് പറഞ്ഞാൽ നല്ല നമസ്കാരം. അത് യുപിയിലെ കാര്യം യുപിയിലെ സർക്കാർ നോക്കുന്നുണ്ട്. അല്ലാതെ മറ്റ് ഞങ്ങൾ ഈ സർക്കാരുകളൊക്കെ നോക്കിയതിന്റെ ഫലമാണല്ലോ ഇപ്പൊ ഇത് ഇത്രയും കാലം. ഇത് ആദ്യം ഒരു മനുഷ്യൻ ഈ തട്ടിപ്പുകളെല്ലാം കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നതല്ലേ. അന്ന് ആ മനുഷ്യനെ അവിടെ നിന്ന് പിരിച്ചുവിടുകയല്ലേ നിങ്ങൾ ചെയ്തത്, അല്ലേ?
എന്നിട്ട് അങ്ങനെ നിങ്ങൾ അങ്ങനെ എന്ന് പറയും എന്താണ് അടിച്ചാക്ഷേപിക്കാൻ അത് വരട്ടെ. കോടതി വന്ന് അതിന് മുകളിൽ സമ്മർദ്ദം വന്ന് അന്വേഷണം അന്വേഷണം വരട്ടെ. വന്നപ്പോൾ നിങ്ങൾ അന്വേഷിച്ചു, എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് അത് ഞങ്ങൾ അന്വേഷിച്ചോളുമെന്ന്. എന്താണ് ഇതൊരു ഒരു ഒരു ഇത് രാജ്യം ഉറ്റുനോക്കുന്ന, ലോകം ഉറ്റുനോക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു സമിതിയുടെ ഒരു നടത്തിപ്പ് ഈ നിലയിലാണ് നടത്തുന്നതെങ്കിൽ ഈ രാജ്യത്ത് നമ്മൾ അറിയാതെ എന്തൊക്കെ തരത്തിലുള്ള മോഷണം നടക്കുന്നുണ്ടാകും എന്നാരെങ്കിലും നിങ്ങളെ വിരൽ ചൂണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മറുപടി ഉണ്ട്? താങ്കൾ അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചു പോകണ്ട. ഹലോ, കേന്ദ്ര സർക്കാർ ഞാൻ പിന്നെ എങ്ങനെ വ്യാഖ്യാനിക്കണം അതുകൂടി പറഞ്ഞു തരുമോ? കാണുന്നിടത്തെല്ലാം കക്കുന്നവരെ കുറിച്ച് ഞാൻ എന്ത് പറയണം? മഹാന്മാർ എന്ന സർട്ടിഫിക്കറ്റ് നൽകണം. പിന്നെ ഞാൻ എന്താണ് വ്യാഖ്യാനിക്കേണ്ടത് അതുകൂടി പറഞ്ഞതാ. ഭക്തർ ഒരു ട്രസ്റ്റാണത്. കേന്ദ്ര ഗവൺമെന്റ് ട്രസ്റ്റിന്റെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ആരായിരുന്നു ഈ കളവ് നടക്കുമ്പോൾ? നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. അതിനാർക്ക് അത് ഏതൊരാൾക്കും ഏതൊരു പിടിക്കപ്പെട്ട കള്ളനും പറയാവുന്ന സാധാരണ ന്യായീകരണം വരട്ടെ, അന്വേഷണം വരട്ടെ. ഇവർ ശബരിമലയിൽ വന്നപ്പോ ഇതല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. ശബരിമലയിൽ ഈ ആരോപണം വന്നപ്പോ ഇതല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. വരട്ടെ, അന്വേഷണം വരട്ടെ, എല്ലാം തെളിയിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കാം, അതല്ലല്ലോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കൊരു നയം, മറ്റുള്ളവർക്കൊരു നയം. നിങ്ങളത് കാത്തിരിക്കുകയായിരുന്നു. ശരി, ഇനി ഞാൻ കൂടുതൽ സംസാരിച്ച് അങ്ങേ കുഴപ്പത്തിലാക്കുന്നില്ല. എന്നോടൊപ്പം ശ്രീ പ്രസന്നൻ ചേരുന്നു മാളയിൽ നിന്ന്. ഇനി സംസാരിച്ച് അങ്ങ് വീണ്ടും കുഴപ്പത്തിലാവും. പ്രസന്നൻ മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, നമസ്കാരം സാർ. നമസ്കാരം. എന്റെ ഒരു അഭിപ്രായത്തില്, അതായത് 150 കോടി ജനങ്ങള് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഈ 150 കോടി ജനങ്ങളും സംശുദ്ധരായ വഴി കൂടെ യാത്ര ചെയ്യുന്നവരാണെന്നുള്ള പക്ഷം എനിക്കില്ല. എല്ലാ മേഖലയിലും എല്ലാ സ്ഥലങ്ങളിലും, അതായത് നമ്മുടെ പ്രതിരോധ രഹസ്യങ്ങൾ വരെ ചോർത്തി വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ എല്ലാ രാജ്യത്തും എല്ലാ പാർട്ടികളിലും അത് നല്ല രീതിയിൽ പൈസ ചെലവാക്കുന്നുണ്ട് ഇലക്ഷൻ വർക്കിന്. ഇതിൽ നിന്നും ആരെങ്കിലും ഒരു പാർട്ടിയെങ്കിലും മാറ്റി നിർത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ പാർട്ടികളും, ഞാൻ അറിയുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ പാർട്ടികളും പൈസ വാങ്ങാറുണ്ട്, പൈസ ചെലവാക്കാറുണ്ട് നല്ല രീതിയിൽ. അത് നമുക്ക് വ്യക്തമാണ്. ഈ കോടിക്കണക്കിന് രൂപ തന്നെ ചെലവാക്കിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർട്ടി പ്രവർത്തനങ്ങൾ, അതായത് ഇലക്ഷൻ പ്രചരണ കാലത്ത് പ്രത്യേകിച്ചൊക്കെ നടത്തുന്നത്. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് സാൻജിയോ മാർട്ടിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചിട്ട് വിവാദം ഉണ്ടായിട്ട് തിരിച്ചു കൊടുത്ത വിവരമൊക്കെ നമുക്കറിയാലോ. അപ്പൊ ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും നടക്കുന്നതാണ്. ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർ ശിക്ഷിക്കണം, ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. ഒരാളെ മാറ്റി നിർത്തരുത്. എന്നാലേ കുറെയൊക്കെ ഒരു എന്താ പറയാ, ഒരു പിന്നീട് വരുന്നവര് അല്പം ഭയക്കും. ഞാൻ വാങ്ങിച്ചാൽ പെടാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം സമൂഹത്തിന് മാറ്റം വരുത്താവുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ കേസ് നടത്തി ഈ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. ശരി, എന്നോടൊപ്പം ആചാര്യ ദിവാകരൻ വാദ്യാർ. ദിവാകരൻ വാദ്യാർ. യെസ്, ശ്രീ ആചാര്യൻ ദിവാകരൻ വാദ്യാർ. അത് അങ്ങ് ആലുവയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ, നമസ്തേ. നമസ്കാരം. അങ്ങ് എന്ത് ചെയ്യുന്നു ശ്രീ ആചാര്യ ദിവാകരൻ? ഞാൻ വൈദിക കർമ്മങ്ങൾ ചെയ്യണം. അങ്ങ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ്? വൈദിക ധർമ്മങ്ങൾ ചെയ്യുകയാണ്. യെസ്, ഓക്കെ, സന്തോഷം. അപ്പോൾ സ്വാഭാവികമായി ഈ വാർത്ത അങ്ങ് കേട്ട് കാണും. ഇതിൽ ഒരു കഴമ്പുമില്ല എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആളുകൾക്കെതിരെ നടപടിയെടുക്കും, അത് പാർട്ടിയുടെ അകത്തുള്ളൊരു കാര്യമാണ്. അതിൽ സാമ്പത്തിക കാര്യങ്ങളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനും അത് അങ്ങനെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങ് എന്ത് കരുതുന്നു? ഞാൻ കരുതണതേ, ഒരാള് ഒരു ബാഗ് നിറച്ച് പണം കൊണ്ടുവന്നേച്ചും അത് തുറന്നു വെച്ച് സെൽഫി എടുത്ത് ജനങ്ങളെ കാണിക്കോ സാറേ? അങ്ങനെ ചെയ്യോ? പോരെങ്കിൽ വിവാദമായിട്ടുള്ള ഒരു കാര്യം, കാരണം ഒരു ഇലക്ഷൻ നടക്കണ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കണ ഒരു സമയത്ത് അങ്ങനെ ചെയ്യോ? അതുകൊണ്ടാണോ പോസ്റ്റ് പിന്നെ അപ്പൊ തന്നെ പിൻവലിച്ചത്? ഏത് നോട്ട് പിൻവലിച്ച്? അല്ല, പോസ്റ്റ് ഇട്ട ആള് അത് ഇട്ട ആ ഘട്ടത്തിൽ അപ്പൊ തന്നെ പിൻവലിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് അങ്ങനെ ചെയ്ത്. ഇതിങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബുദ്ധിയുള്ള ഒരാളും പോരെങ്കിൽ ഒരു യുവമോർച്ചയുടെ നേതാവ് എന്ന് പറഞ്ഞ ആള് അവനൊട്ടും എനിക്ക് തോന്നുന്നു BJP തന്നെയാണ് അവർ പറയുന്നത്. BJP ആയിക്കോട്ടെ എന്തുപോട്ടെ, സാധാരണ ഒരു മെമ്പറായിരിക്കുന്ന ആള് പോലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ എന്തും പറഞ്ഞുണ്ടാക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നടപടി എടുത്തത് എന്തിനായിരിക്കും? 3 പേർക്കെതിരെ അവര് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടായിരിക്കാം.
അല്ല 3 പേര് ഒരു സമൂഹ 3 പേര് വാർത്തയിൽ വരികയാണ്, ഇവർ ഇങ്ങനെ പണം തട്ടിയെന്ന ആരോപണം നേരിടുന്നു എന്ന് പറയുമ്പോൾ അവരെ പിന്നെ ഈ പാർട്ടി അധ്യക്ഷൻ പറയണം അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, പക്ഷേ അത് മറ്റൊരു കാര്യത്തിനാണ് എന്ന് പറയുമ്പോൾ അത് എന്ത് കാര്യത്തിനാണെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? അത് ശരിയായിരിക്കും, വേറൊരു കാര്യത്തിനായിരിക്കും. ഇനിയിപ്പോ ഈ കാര്യത്തിനാണെങ്കിൽ പോലും ഒരു നിജമില്ലാത്ത അല്ലെങ്കിൽ ഒരു നിശ്ചയമില്ലാത്തൊരു കാര്യം അസംബന്ധമായിട്ട് പറഞ്ഞ് പെടുത്താൻ പാടുണ്ടോ? അതുകൊണ്ട് നടപടി എടുക്കാതിരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അങ്ങ് ആത്മാർത്ഥമായി ആരെങ്കിലും ഒരു ബാഗിൽ നിറച്ച് നോട്ട് കെട്ട് വെച്ചുകൊണ്ട് സെൽഫി എടുത്ത് പുറത്ത് വിടുവോ? താങ്കളുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ കയ്യിൽ നോട്ടില്ല, അപ്പൊ എനിക്ക് പിന്നെ ബുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സെൽഫി എടുക്കാൻ കഴിയില്ല. പക്ഷെ ഇത്രയും പൈസ വന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം വേണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? പൈസ ഇലക്ഷനാണ് ചിലപ്പോ വന്നിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം. പക്ഷെ ആ ബാഗിന്റെ ഇത് തുറന്നു വെച്ച് നോട്ട് കെട്ട് വെച്ചേക്കണത് ഞാൻ കണ്ട്. കാരണം നോട്ട് കെട്ട ആണെന്ന് പറയാൻ പറ്റൂല. കാരണം കടലാസുകളും മുറിച്ചും അതിന്റെ മുകളിൽ ഒരേ നോട്ട് വെച്ചാ സംഗതി ശരിയായില്ലേ സാറേ? ആണോ? ശരി. ഏതായാലും ഞാൻ ആചാര്യൻ ദിവാകരൻ വൈദ്യർ അദ്ദേഹത്തിന്റെ ന്യായം അദ്ദേഹം പറയുന്നു. ഓക്കെ, അങ്ങ് ഇത് വിശ്വസിക്കുന്നില്ല എന്ന്. അങ്ങനെ വിശ്വസിക്കാതിരിക്കാനും അങ്ങക്ക് അധികാരമുണ്ട്. അങ്ങനെ അങ്ങ് പറയുന്നതായിട്ട് ആണ് ശരിയെന്ന് ആകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അത് അങ്ങനെ ആകാനേ സാധ്യതയുള്ളൂ. ശരി. അപ്പൊ എന്നോടൊപ്പം ബാബു ചേരുന്നുണ്ട് ആറ്റിങ്ങലിൽ നിന്ന്. ശ്രീ ബാബു, സുഖം തന്നെ. നമസ്കാരം. സുഖമായിട്ട് പോകുന്നു ബാബു. ഇപ്പോഴും എനിക്ക് ഇതിനു മുമ്പ് ഒരു സംസാരിച്ചത് തെറ്റായ കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി. പക്ഷേ നമ്മളൊരു മുതാക്കൽ പഞ്ചായത്ത്, ആറ്റിങ്ങൽ മുതാക്കൽ പഞ്ചായത്ത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വ്യക്തമായിട്ടൊരു കാര്യം പറയണം. ഇവിടുത്തെ സി പി ഐക്കാർ പാർട്ടിക്ക് വേണ്ടി വർക്ക് വേണ്ടി ചെയ്തില്ല. മുതാക്കൽ പഞ്ചായത്തിലാണ്, ആറ്റിങ്ങൽ മുതാക്കൽ പഞ്ചായത്തിൽ സി പി ഐ വേണ്ടി ഒരു വർക്ക് പോലും ചെയ്തിട്ടില്ല. ഏട്ടാ, ആദ്യ ഓട്ടത്തിന് രമ്യ കാര്യം അത് ജയിച്ച്, അത് ന്യൂസ് എഴുതി എനിക്ക് പറയാനുണ്ട്. പക്ഷെ നിങ്ങളെ ചാനലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് പറയാ, മറ്റേ ജയകന്തിന് ഞാൻ ഇത് വിളിക്കും, എല്ലാത്തിനും ഞാൻ ചാനലിൽ വിളിക്കുന്നതാണ്. പക്ഷെ ഏറ്റവും എന്നും ഡെയിലി ചാനലിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ അവര് BJP ഭരിക്കട്ടെ, കോൺഗ്രസ് ഭരിക്കട്ടെ, പക്ഷെ നല്ല കാര്യങ്ങൾ നടപ്പിലാകണേ. അവര് ഭരണത്തിന് വേണം. നല്ല ഭരണമാണെന്നാണ് അങ്ങയുടെ അഭിപ്രായം. നല്ല ഭരണം എന്താ ജോലി എന്താ ചെയ്യുന്നത്? റിട്ടയർഡ് ആണോ? ഞാൻ ഇപ്പം ജോലിക്കൊന്നും പോലും. ഞാൻ ഈ ചെറിയ ബ്രോക്കർ, ഈ വസ്തു കച്ചവടം അങ്ങനെയൊക്കെയാണ്. നേരത്തെ ജോലി ചെയ്തിരുന്നു. പക്ഷെ നേരത്തെ ഞാൻ പേഷ്യനായിരുന്നു. ഇപ്പൊ എനിക്ക് സുഖമില്ലാത്ത ഈ കൊറോണയൊക്കെ വന്ന് എനിക്ക് അങ്ങനെ ചെറിയൊരു അസുഖമൊക്കെ ഉണ്ട്. അസുഖം വന്നതിനെ തുടർന്ന് അപ്പൊ അസുഖം ഭേദമായി വീണ്ടും കളത്തിലിറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. അപ്പൊ സമയം ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ പരിപാടിയിലൊക്കെ പോകണം സാറേ. ശ്വാസം മുട്ടൽ നിങ്ങളുടെ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി, ഓക്കെ, താങ്ക് യു ശ്രീ ബാബു. അപ്പോൾ ബാബു നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ എന്നോട് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറി നടത്തിയ ആൾക്കാരെ നടപടിയെടുക്കാൻ ധൈര്യം കാണിച്ച പ്രസിഡന്റിന് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു. അത് സത്യം. ഓക്കെ, അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. മറ്റു പാർട്ടികളാണെങ്കിൽ അവർക്ക് മിണ്ടാൻ ധൈര്യമുണ്ടാകില്ല എന്നാണ് ബാബുരാജ് കാഞ്ഞിരപ്പുഴ പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കാണാം, അത് ശരിയാണ്. അപ്പോൾ ഏതായാലും നടപടിയെടുത്തു എന്നത് അദ്ദേഹം പറയുന്നു, അത് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, സുതാര്യമായ അന്വേഷണം ആവശ്യമാണ്. ED വരട്ടെ. പലനാൾ കക്കും കള്ളൻ ഒരു നാൾ പിടിയിലാകും എന്ന് എന്നോട് സന്തോഷ് പാരിപ്പായി എന്നോട് പറയുന്നു. ശ്രീ പങ്കജാക്ഷൻ നായർ പതിവ് പോലെ ഹൃദയങ്ങളും ചുവന്ന പൂക്കളും ഒക്കെ അയക്കുന്നുണ്ട്. VC തോമസ് പറയുന്നു, ഇന്ത്യയിൽ BJP ജനാധിപത്യ ഭരണമല്ല പണാധിപത്യ ഭരണമാണ് നടത്തുന്നതെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാമെന്ന് പറയുന്നു. ശബരിനാഥനൻ ശിവൻകുട്ടി ഓൾറെഡി മെൻഷൻഡ് അബൌട്ട് ദിസ് ഡേഞ്ചർ നൺ ഓഫ് ദി മലയാളീസ് ബോതേഡ് നൗ ദേ ആർ ഓൾ ക്രൈയിങ് എന്ന് പറയുന്നു. അപ്പോൾ അമ്പാടി എന്നോട് പറയുന്നത് മണിമല വേറെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഓക്കെ, അത് കാണട്ടെ, കൊള്ളാം. സുരേഷ് നായർ എന്നോട് പറയുന്നു, ഉസ്ബെക്കിസ്ഥാനിൽ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടതിൽ ചർച്ചയില്ലെന്നാണ്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനത് ഇന്ന് അതൊരു ദിവസം നമ്മൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ കുറേ കൂടി വിശദാംശങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് ആ മതപരിവർത്തനത്തിൻ്റെ ഒരു കഥ അതിലുണ്ട്. നിർബന്ധിത മതപരിവർത്തനത്തിനുള്ളൊരു ശ്രമം അവിടെ നടന്നു. ആ കുട്ടിയെ അടിച്ച് അതിഭീകരമായി ദ്രോഹിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് ഉസ്ബെക്കിസ്ഥാനിൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്ന് കിട്ടാൻ കാത്തിരിക്കുകയാണ്. നമുക്കതും ചർച്ച ചെയ്യേണ്ടതാണ്. അമ്പാടി എന്നോടൊപ്പം ചേരുന്നു ഉണ്ട്.
ബാലകൃഷ്ണൻ വടകര ഇങ്ങനെ കരയുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ആൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പട്ടികയിൽ പാർട്ടിയിൽ ഫണ്ട് തട്ടിപ്പ് നടന്നെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി ശിക്ഷിക്കട്ടെ, വെയിറ്റ് ആൻഡ് സി എന്ന് സുനിൽകുമാർ പറയുന്നു. CPM-കാരെ കണക്കില്ലാതെ പിരിവ് കിട്ടില്ല, മാസപ്പടിയില്ല, അഴിമതി സാധ്യതയില്ല, സഹകരണ കൊള്ളയില്ല, ട്രേഡ് യൂണിയൻ കറവപ്പശുവില്ല, പഞ്ചായത്ത് ഭരണക്കൊള്ളയ്ക്ക് സ്കോപ്പ് വളരെ വളരെ പരിമിതം എന്ന് CPM-കാരെ പോലെ ഇവർ പരിമിതമാണ് സ്കോപ്പ് എന്നാണ് പറയുന്നത്. അജിത് കുമാർ പറയുന്നു ഒരിക്കലും ജയിക്കില്ല എന്നറിഞ്ഞിട്ടും BJP സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അടിപിടി കൂടുന്നത് പണം അടിക്കാനല്ലാതെ മറ്റെന്തിനാണ് എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ എന്നോടൊപ്പം ശ്രീ ശശിധരൻ പിള്ളൈ, ഞാൻ എവിടെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, എത്തിയിട്ടുണ്ട്. ഇന്ന് സതീശൻ രക്ഷപ്പെട്ടു, പണി BJP-ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഞാനങ്ങനെ BJP അല്ല കുറ്റം പറയുന്നത്. ഞാൻ വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ ജനക്കൂട്ടം അവരാത്മാർത്ഥമായി ജോലി ചെയ്ത്, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, എത്ര പേർ ജീവൻ കൊടുത്തിട്ടാണ്, എത്ര പേർ അവരുടെ നല്ല ജീവിതത്തിൻ്റെ നല്ല ഭാഗം ഹോമിച്ചിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വിറ്റ് തിന്നുന്നവർ, അത് ഏത് പാർട്ടിയിലായാലും അവർ അങ്ങനെയുള്ള ആളുകൾക്ക് എതിരെ നമുക്ക് ഒരു നിലപാടെടുക്കാതിരിക്കാൻ കഴിയില്ല. വൈ ഷുഡ് യു ഷൗട്ട് ടു പീപ്പിൾ ഹു ഹാവ് ഫേവറേറ്റ് ബി ക്രിറ്റിസൈസ് വിത്തൗട്ട് ഷൗട്ടിംഗ് എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ ഇതിനെ ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോണ്ടല്ലോ, ഗോമാതി എന്നോട് എന്തിനാണ് BJP സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലായ്പ്പോഴും ഞാൻ ഷൗട്ട് ചെയ്യാറില്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുമ്പോൾ അവിടെ ഇവർ പറയുന്നതെല്ലാം അത്ര ആത്മാർത്ഥത ഇല്ലാത്തതായിരുന്നില്ലേ എന്ന് എനിക്ക് സംശയം വരും. ഗോപകുമാർ വന്നിട്ടുണ്ട് ചെർപ്പളശ്ശേരി, ഞാൻ കാത്തിരിക്കുന്ന അടുത്ത BJP പ്രവർത്തകനാണ് ശ്രീ ഗോപകുമാർ ചെർപ്പളശ്ശേരി. ഞാൻ കാത്തിരിക്കുക, ഞാൻ ഇന്ന് നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. താങ്കൾ കട്ട് ചെയ്തു. ഞാൻ വിഷയമാര് സംസാരിച്ചുകൊണ്ട് താങ്കൾ കട്ട് ചെയ്തു. അല്ല, അത് അങ്ങ് ആ വിഷയത്തിൽ അത് മനസ്സിലാക്കാതെ വന്നു എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അത് വേറെ ആളിലേക്ക് പോയത്. ഒരേ ഒരു വാക്ക്, എനിക്കത് ഭയങ്കര അതിർത്തിയുണ്ട്, താങ്കളോട് നല്ലൊരു അതിർത്തിയുണ്ട്, നല്ലൊരു അവതാരകനാണ്. അതൊക്കെ ആയിക്കോട്ടെ. അല്ല, പിന്നെ എല്ലാ ദിവസവും അങ്ങ് തന്നെ പ്രതികരിക്കണമെന്ന് അങ്ങ് വാശിയും പിടിക്കരുത്. ഇപ്പൊ ഇന്ന് അങ്ങ് പ്രതികരിക്കേണ്ട ഒരു ദിവസമാണ്. താങ്കൾ വിഷയത്തിൽ ചർച്ച ചെയ്ത് മാറി പോകണമെന്ന് കട്ട് ചെയ്തു. ഞാനൊരു വാക്ക് പറഞ്ഞില്ല, അതിന്റെ മുന്നേ കട്ട് ചെയ്ത് പോയി. ശരി, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ മീഡിയ ന്യൂസ് 18-ലെ ഈ മീഡിയയിൽ വരുന്ന വാർത്തകൾ മുഴുവൻ സത്യമായിക്കൊള്ളുന്നൊന്നുമില്ല. മീഡിയയില് ന്യൂസ് 18 ഞാൻ പറഞ്ഞ മൊത്തം മീഡിയയിൽ വരുന്ന വാർത്തയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ന്യൂസ് 18 ഞാൻ ചോദിക്കുന്നത് ഈ 3 പേര് എന്തിനാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന കാര്യം വിശദീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ നേതൃത്വത്തിനുണ്ടോ? ഇങ്ങനെ വലിയ വിവാദം ഉണ്ടായ സാഹചര്യത്തിൽ ഉണ്ടോ? വലിയ തട്ടിപ്പ് നടന്നെ 12 കോടി തട്ടിപ്പ് നടന്നു എന്നാണ് ഇപ്പോൾ പറയണത്. മീഡിയയിൽ വരുന്നത് 12 കോടി. എനിക്ക് അതിന് കൃത്യമായിട്ടുള്ള വിവരം എന്റെ കയ്യിലില്ല. 12 കോടി തട്ടിപ്പ് നടന്നിട്ടുണ്ട്. കൊടി തോരണങ്ങൾ, അങ്ങനെ ഒരു വിവാദം വരുന്നു. ഒരു നമ്മൾ അങ്ങ് പറഞ്ഞത് തന്നെ ഞാൻ അവിടെ കൊണ്ട് തന്നെ എടുക്കുകയാണ്. അങ്ങനെ ഒരു വിവാദം വരുന്നു, 3 പേരെ മാറ്റി എന്ന് ഈ പ്രസിഡന്റ് തന്നെ സമ്മതിക്കുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് പാർട്ടിക്കകത്ത് ഞങ്ങൾ ചില നടപടികളൊക്കെ എടുക്കും, അതെല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. BJP-യുടെ പ്രവർത്തന ഫണ്ട്, ഒരു മിനിറ്റ് കേൾക്കൂ. BJP-യുടെ പ്രവർത്തന ഫണ്ട് ആരെങ്കിലും അങ്ങനെ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാരോ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, പണത്തിന് ആർത്തിയുള്ള ആൾക്കാർ എല്ലാവരും ഒരേമാതിരി ഉണ്ടാവില്ലല്ലോ. 5 വിരലുള്ളത് 5 ഒരേമാതിരി അല്ലല്ലോ, കയ്യിലുള്ള വിരൽ 5 വിരലാണ്, 5 ഒരേമാതിരി അല്ലല്ലോ. BJP അങ്ങ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞെടുത്തുന്നത് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്നായി. ഓ ശരി, അപ്പൊ ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നു, ഞാൻ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ആരെങ്കിലും സപ്പോസ് ആരെങ്കിലും ഇപ്പൊ BJP-യുടെ പ്രവർത്തന ഫണ്ട് തട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനും അത് പിടിക്കാനും ഉള്ള കഴിവ് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ BJP. ഭാരതീയ ജനതാ പാർട്ടി ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയല്ലല്ലോ ഇന്ത്യ. ഈ ഒരു ഉത്തരം മതിയോ അവനവന്റെ ഈ പാർട്ടി ഫണ്ട് എന്നത്? ശ്രീ ഗോപകുമാർജി, ഈ പാർട്ടി ഫണ്ട് എന്നത് സാധാരണക്കാരായ BJP പ്രവർത്തകരും BJP അനുഭാവികളും കൊടുക്കുന്ന ഒരു തുകയാണല്ലോ. അവർക്ക് ഈ ഉത്തരം മതിയാകും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇത്ര മതി, ഇത് നിങ്ങൾ തന്നല്ലോ, ഞങ്ങൾ അന്വേഷിച്ചോളാം, ഇത് മതിയാകുമോ? അതോ കുറെ കൂടി ഇതിനാണ് ഞങ്ങൾ ഈ 3 പേരെ പുറത്താക്കിയത് അല്ലെങ്കിൽ മാറ്റി നിർത്തിയത്, ഇത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടല്ല, ഇന്ന കാര്യത്തിനാണ് എന്ന് പറയാനുള്ളൊരു ആർജവം നിങ്ങൾ കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുമോ? അങ്ങനെ പ്രതീക്ഷിച്ചാൽ അവരെ കുറ്റം പറയാനാകും. BJP-യുടെ പ്രവർത്തന ഫണ്ട് പ്രവർത്തകർക്കും ഒരു ഉഷാറ് കൊടുക്കാനും വേണ്ടി കൊടുക്കുന്ന ഫണ്ടാണ്. അതിൽ നിന്ന് തട്ടിക്കുന്ന ഒരാളെ നമ്മൾ BJP-ക്കാർ അനുകൂലിക്കില്ല, ഞാൻ അനുകൂലിക്കില്ല. BJP-യുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് പോലും ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കാനോ ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ തന്നെയാണ്. അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു 2-3 വ്യക്തികൾ ചേർന്ന് തട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങയോട് ഇനി അവിടെ എത്തിയല്ലോ, അപ്പൊ അങ്ങ് അത്രയും സമ്മതിച്ചല്ലോ. ഇനി ഞാൻ ബാക്കിയും കൂടി ചോദിക്കും. അങ്ങനെ പോകല്ലേ,
നിങ്ങളെയൊക്കെ ഞാനിന്ന് കാത്തിരിക്കുകയായിരുന്നു. അങ്ങക്ക് ചില പോയില്ല, ഞാൻ അല്ല അങ്ങ് ഇന്നലെ അങ്ങ് പറഞ്ഞില്ല അങ്ങക്ക് അവസരം കിട്ടിയില്ലെന്ന്. ഇന്ന് നിറയെ അവസരം തരാൻ പോവാ. ഇന്നലെ അങ്ങ് പറഞ്ഞല്ലോ എനിക്ക് ഇന്നലെ അവസരം കിട്ടും. ഇന്ന് അങ്ങക്ക് നല്ല അവസരം തരാൻ പോവാന്ന്. ഇനി ആ വിഷമം ഇന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതുള്ളൂ. എന്നെ അങ്ങനെ എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. അത് ചില സമയത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് പോകണം എന്നുകൊണ്ടാണ്. ഇന്ന് അങ്ങക്ക് ധാരാളം അവസരം തരാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ 3 പേർ, അതായത് ഈ പാങ്ങപ്പാറ രാജീവ് എന്ന സംസ്ഥാന സമിതി അംഗവും കേക്ക് അങ്ങനെ പോകല്ലേ, ഈ പള്ളിപ്പുറം ജയകുമാർ എന്ന തിരുവനന്തപുരം മേഖലാ സെക്രട്ടറിയും ഈ AP അഞ്ജന രാജീവ് എന്ന് പറയുന്ന ഈ സ്ത്രീയും 3 പേരും ചേർന്നാൽ 12 കോടി രൂപ BJPയിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയും എന്നങ്ങ് കരുതുന്നുണ്ടോ? ഒരു മാത്രം എനിക്ക് അതില് കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ രാജീവ് ഇതിന് പുറകിൽ വേറെയും പ്രമുഖരുണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുമ്പോൾ അത് ആളുകൾ അങ്ങനെ വന്നാൽ അത് വിശ്വസിച്ചു പോകില്ലേ? രാജീവ് ചന്ദ്രശേഖരനാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. രാജീവ് ചന്ദ്രശേഖരാണ് ഇപ്പൊ നടപടി എടുത്തിരിക്കുന്നത് അല്ലേ? അദ്ദേഹം ചെയ്താൽ പോലും അല്ലല്ല ഞാൻ പറഞ്ഞു കേൾക്കൂ. അദ്ദേഹം ചെയ്താൽ പോലും BJP അതിന് ശക്തമായ കേന്ദ്ര നേതൃത്വം ഉണ്ടെന്നേ. ശക്തമായ കേന്ദ്ര നേതൃത്വം ഉണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ശക്തമായ കേന്ദ്ര നേതൃത്വം ഉണ്ടായിക്കോട്ടെ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ ഇങ്ങനെ ഇവർ ചെയ്തു എന്ന് പറയാനുള്ള ആർജവം ഈ പാർട്ടിക്കുണ്ടോ? അതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എന്താണത് പറയാത്തത്? ഇവർ എന്ത് ചെയ്തിട്ടാണ് ഇവർ പുറത്താക്കിയതെന്ന് അങ്ങ് പുറത്താക്കണമെന്നേ ഞാൻ അതിനെ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ പറഞ്ഞു പോരും. ഞാൻ ചോദിക്കുന്നത് എന്താണ് അങ്ങ് ഈ 3 പേരെ ഞങ്ങൾ ഇന്ന കാര്യത്തിനാണ് പുറത്താക്കിയത് എന്ന് പറയാനുള്ളൊരു മടി എന്തുകൊണ്ടാണ്? അതാണ് എൻ്റെ ചോദ്യം. തെളിവില്ലല്ലോ. ശരി, അപ്പൊ ഞാൻ അങ്ങയുടെ അങ്ങ് പറഞ്ഞ മഹാനായ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ വാക്കുകൾ ഒന്ന് വായിക്കാം. അതായത് BJP സംസ്ഥാന പറഞ്ഞോളൂ. ഒരു മിനിറ്റ്, അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, ഞാൻ തരാം. ഓക്കെ, ഇല്ല എൻ്റെ കയ്യിലുണ്ട്, ഞാൻ മിസ്സായി പോയത്. ഓക്കെ, അപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അതായത് BJP സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ ഒരു വ്യാജ ലെറ്റർ പാഡോ എന്തോ പ്രചരിക്കുന്നുണ്ട്. അത് വാസ്തവ വിരുദ്ധമാണ്. 3 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ആ നടപടിയെടുത്തത് പൊതുസമൂഹം അറിയേണ്ട കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കൃത്യമായിട്ട് വായിക്കാം ഒന്നും കൂടി. അങ്ങക്ക് ഇന്നലെ അവസരം കിട്ടിയില്ലല്ലോ, ഇന്ന് ധാരാളം അവസരം തരാം. ഒരു ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ വിവിധ തലങ്ങളിൽ പലവിധ അച്ചടക്ക നടപടികൾ സാധാരണമാണ്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യമെന്ന നിലയിൽ ഇത് പൊതുസമൂഹത്തെയോ മാധ്യമങ്ങളെയോ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെ ഒരു കാര്യവും ഈ നാട്ടിൽ ബാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം. ഇപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും അഴിമതി നടത്തിയാലോ ആരെങ്കിലും കൊന്നാലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു നാടിന് പുറത്തുണ്ടായാലോ ഒന്നും ഒരുപക്ഷെ വ്യക്തിപരമായി അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ വാർത്ത നൽകുന്നത് വേറൊരു കാഴ്ചപ്പാടോടുകൂടി. അപ്പോൾ പറയണം, ഇതൊരു ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ പലതരത്തിലുള്ള അച്ചടക്ക നടപടികൾ സാധാരണമാണ്. അത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ അല്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ കൃത്യതയോടെ പരിഹരിക്കാൻ കെൽപ്പുള്ള നേതൃത്വം അണികളൊക്കെ ഞങ്ങൾക്കുണ്ട്. നിങ്ങളിതിൽ ഇടപെടണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലേ? അത് മതിയോ? ഒരു സാധാരണ പ്രവർത്തകന് ഈ ഉത്തരം മതിയോ? മനോജി ഞാൻ താങ്കളുടെ വാദത്തിന് കൂടി കോട്ട് ചെയ്തുകൊണ്ടെന്ന് ഞാൻ പറയട്ടെ. അതിൽ എന്താണ് തെറ്റുള്ളത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തക അല്ലെങ്കിൽ ഒരു നേതാവ് അല്ലെങ്കിൽ 2-3 നേതാവ് കൂടി കഴിഞ്ഞിട്ട് ഈ പൈസ തട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഞാൻ അങ്ങയോട് ചോദിച്ചു. അങ്ങ് കേട്ടില്ല ആ ചോദ്യം. 2-3 നേതാക്കൾ കൂടിയാൽ 12 കോടി രൂപ BJP അടിച്ചു മാറ്റാൻ പറ്റുമോ? മാത്രം വിചാരിച്ചാൽ തെളിവ് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ല, അതൊരു സാമാന്യ യുക്തിക്ക് അങ്ങക്ക് തോന്നുന്നുണ്ടോ? ഒരു മേഖലാ പ്രസിഡന്റ് ഒക്കെ വിചാരിച്ചാൽ 2-3 കോടി അല്ലെങ്കിൽ ഒരു 10-12 കോടി രൂപ BJP അങ്ങനെ എടുത്തുകൊണ്ട് പോകാം ഒരു മേഖലാ പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ? മേഖല പ്രസിഡന്റ് മാത്രമൊന്നും ആയിരിക്കില്ലെന്നേ. നമ്മൾ തമ്മിൽ ഏതാണ്ട് പറഞ്ഞു ഒരേ കാര്യത്തിലെത്തി. ശരി ഗോപകുമാർജി, അങ്ങ് ഇപ്പൊ ഞാൻ ആദ്യം ഇത് പറഞ്ഞുള്ളൂ, പക്ഷെ ഇത് പറയാനായിട്ട് ഇത്രയും സമയം എടുത്തതേ ഉള്ളൂ. ശരി, ഓക്കെ, താങ്ക് യു. ഏതായാലും ഇന്ന് അങ്ങയുടെ പരാതി തീർന്നല്ലോ, അങ്ങയുടെ വിഷമവും തീർന്നല്ലോ. ശരി, ഇന്ന് വിഷമമില്ലല്ലോ. ഇതുപോലെ വിഷമിക്കേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ അങ്ങേ പിടിക്കുന്നുണ്ട്. ഇനിയും വരും അത്. എനിക്ക് യാതൊരു വിഷമമില്ല. ഞാൻ ഏതായാലും ആര് ചെയ്താലും തെറ്റായ കാര്യം തെറ്റാണെന്ന് ഉറപ്പ് പറയാൻ ചങ്കൂറ്റുള്ള ആളെന്നെ ഞാൻ. തെറ്റൊരു പാർട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പാർട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ നേരിലുള്ള ഞാനൊക്കെ താഴ്ത്തിട്ടുള്ള ഒരു പ്രവർത്തകനാണ്. ഞാനൊരു ബൂത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് ആ ലെവലിലുള്ള ആളാണ്. പക്ഷെ അതിന്റെ മേലുള്ള ആൾക്കാരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെച്ചാലും കൂടിയിട്ട് അതിന് തെറ്റാണെങ്കിൽ പറയാനോ ആർജമുള്ള ആൾ തന്നെയാണ്. തെറ്റ് ചെയ്ത തെറ്റിനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ, അപ്പൊ സന്തോഷം. ഓക്കെ, താങ്ക് യു.
പിന്നെ അതിന്റെ ഇടയിൽ നിങ്ങൾ അയോധ്യയിലേക്കൊക്കെ പോയിട്ട് അയോധ്യയിലെ കാര്യം ഞാൻ സംസാരിക്കാൻ പറഞ്ഞു. അയോധ്യയിൽ SIT അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അന്വേഷിക്കട്ടെ. അവിടെയും നടന്നത് 70 തവണയുള്ള മോഷണം കേട്ടോ. അത് ഈ 4 ഡ്രൈവറും അവിടെ ഇരിക്കുന്ന കുശിനിക്കാരനും എല്ലാം കൂടി ചേർന്ന് ഒന്നും വിശ്വസിച്ച് ഈ നാടകം വിശ്വസിക്കില്ല. അത് അവിടെ ഇരിക്കട്ടെ, അത് വരും. ഞാൻ അതും കൂടി വരും. അത് നമുക്ക് പിന്നെ ദിവസം എടുക്കാം, അതും എടുക്കാം. ഓക്കെ, അതെടുക്കാം നമുക്കൊരു ദിവസം. അത് ഒരു ഡ്രൈവറും ആ വഴിപോക്കനും ഒക്കെ കൂടി അവിടെ നിന്ന് 70 തവണയായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്ന് പറയുമ്പോൾ അത് ജനം അങ്ങനെ പൊതുവെ വെറുതെ അങ്ങ് വിശ്വസിക്കില്ല. നമുക്കത് വരാം, ഞാൻ അതൊരു ദിവസം എടുക്കാം. തോമസ് എന്നോടൊപ്പം ചേരുന്നു മാരാരിക്കുളത്തുനിന്ന്. ശ്രീ തോമസ്. രാജനും കൂടി ചേരുന്നുണ്ട് തിരുവല്ലയിൽ നിന്ന്. ശ്രീ രാജൻ. നമസ്തേ സാർ. നമസ്കാരം ശ്രീ രാജൻ. സാറേ, ഈ എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ. അപ്പൊ അവര് നടപടി എടുത്ത് 12 കോടി എന്നൊക്കെ പറഞ്ഞാൽ അത് ചുമ്മാതാ. 1-2 കോടിയൊക്കെ അടിച്ചു മാറ്റി കാണും. എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇത്. അപ്പൊ 1-2 കോടിയൊക്കെ അടിച്ചു മാറ്റി കാണും. അതിനവര് ശിക്ഷ നടപടി എടുത്ത്. പിന്നെ ഈ പ്രസവമുണ്ടല്ലോ, ഇത് ചുമ്മാ അങ്ങ് അടിച്ചു പരത്തുന്നത്. 3 MLA അവർക്ക് വന്ന് ഇനിയിപ്പോ MLA ഒന്നും കൂടാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടെ ഇങ്ങനെയുള്ള കള്ളന്മാരെ നിങ്ങൾ ഈ താക്കോൽ സ്ഥാനത്ത് വെച്ചാൽ അയ്യോ, ഞാനൊരു പാർട്ടിയിൽ ഇത്ര നാളായിട്ട് മനസ്സിലായില്ല. ഞാൻ എല്ലാ പാർട്ടിയെ കുറിച്ചും നല്ലതും പറയും ചീത്തയും പറയും. ഈ പാർട്ടിയെ ന്യായീകരിക്കുന്നത് ന്യായീകരിക്കുകയല്ല. 12 കോടി എന്നൊക്കെ പറഞ്ഞാൽ 12 കോടി ഒന്നും കട്ട് കാണില്ല. 1-2 കോടി ഒരു അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനൊക്കെ എടുത്ത് കാണും. അത് ഇപ്പൊ എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ. ഈ നേതാക്കന്മാരിൽ ആർക്കാ പിന്നെ താഴെ നിങ്ങൾ കയറി വന്ന ഉടനെ ഒരു നേതാവായി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഈ കോടികൾ എവിടുന്നാ കിട്ടുന്നത്? എല്ലാം ഇങ്ങനെ അടിച്ചു മാറ്റുന്നതോ, അല്ലാതെ പിന്നെ എന്തുവാ? അപ്പോൾ കൊള്ളാം. അപ്പോൾ എന്നോട് പിന്നെ ജയകുമാർ പറയുന്നു, സാറേ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പല വീട്ടിൽ നിന്നും ഇറക്കി വിട്ട തിരുവനന്തപുരത്തെ തലപ്പത്തുള്ളൊരു നേതാവ് ഇപ്പോൾ തിരുവനന്തപുരം മൊത്തം സ്വന്തമായി കയ്യിലുണ്ട്. അയാളുടെ കൈമുതലുള്ളത് കൊലയും ഗുണ്ടായിസുമാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ആളുകളാണ് ഉള്ളത്. അപ്പോൾ ജയകുമാർ പറയുന്നു, പ്രിയങ്ക ഗാന്ധിയും ഭർത്താവും നൽകിയില്ലേ 170 കോടി ഇലക്ട്രൽ ബോണ്ട്, അത് എവിടുന്ന് കിട്ടി എന്ന് AK കൃഷ്ണൻകുട്ടി എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ശ്രീകുമാർ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. ആങ്കർ കമ്മിയാണല്ലേ ഇത് പറയുന്നത്. കമ്മിത്തരമാണെങ്കിൽ ഞാൻ നല്ല കമ്മിയാകേണ്ടതാണ് തീരുമാനം. ഈ പാർട്ടി ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, BJPയുടെ കാര്യത്തിൽ ആയിക്കോട്ടെ, CPMൻ്റെ കാര്യത്തിലായിക്കോട്ടെ, കോൺഗ്രസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇതൊക്കെ കെട്ടിപ്പടുത്തവർ നടത്തിയ ത്യാഗങ്ങൾ ഒക്കെ എന്തായാലും റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുള്ള ആളാണ് ഞാനിപ്പോൾ BJPയുടെ തന്നെ എടുത്തു പറയും. ഇപ്പോൾ കുമ്മനം രാജശേഖരനെ പോലെ ഒരാൾക്കൊരു അഴിമതി ആരോപണം അദ്ദേഹത്തിന് നേരെ ഉന്നയിക്കാൻ പോലും ധൈര്യം വരില്ല. എന്തുകൊണ്ടാണ്? അത് അങ്ങനെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുക പോലും ഇല്ല. ഇനി ഒരു വ്യാജ പ്രചരണം ഉണ്ടാക്കിയാൽ പോലും ആളുകൾ വിശ്വസിക്കില്ല. അങ്ങനെയുള്ള 100 കണക്കിന് നേതാക്കന്മാർ, എത്രയോ പ്രചാരകന്മാരെ എനിക്കറിയാം, സൈക്കിൾ ചവിട്ടി മുണ്ട് മുറുക്കി ഉടുത്ത് ഈ നാട് മുഴുവൻ നടന്ന് അവരുടെ ആശയം പ്രചരിപ്പിക്കാനായി ഇറങ്ങിത്തിരിച്ചവർ. അങ്ങനെയുള്ള മനുഷ്യരെത്ര. ഈ പാർലമെൻറ്റിലെ മേശപ്പുറത്ത് 2 കാലഴിച്ചു വെച്ച സദാനന്ദൻ മാസ്റ്റർ എന്ത് വലിയ ത്യാഗമാണ് ഈ സംഘടനയ്ക്ക് ചെയ്തെന്ന് ഈ പണം കക്കുന്ന നിമിഷം ഓർത്തിരുന്നെങ്കിൽ നിങ്ങളെന്നെ കമ്മി എന്ന് വിളിക്കില്ല. അപ്പോൾ ഇതൊന്നും ഓർക്കാതെ ചെയ്ത മനുഷ്യരെ ന്യായീകരിക്കുന്ന ഞാനാണോ കമ്മി, നിങ്ങൾക്കാണോ കുറച്ച് കമ്മി എന്നുകൂടി ശ്രീകുമാറിനെ പോലുള്ളവർ ഒന്ന് ആലോചിച്ചാൽ മതി. CPMകാരെ പോലെ കണക്കില്ലാതെ പിരിവ് കിട്ടില്ല, മാസപ്പടിയില്ല, ഭരണാഴിമതിയില്ല. അത് ജയകുമാറിൻ്റെ കമൻറ്റാണ്. അപ്പോൾ ഏറ്റവും വലിയ കൊള്ള ഇലക്ട്രൽ ബോണ്ട് കൊള്ളയാണ് എന്നാണ് നമ്മുടെ AK കൃഷ്ണൻകുട്ടി പറയുന്നത്. ഓക്കെ, അത് നടപടിയായി. ദിവാകരൻ ചേട്ടൻ പോലും പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് എന്നോട് സുനിൽകുമാർ പറയുന്നു. CPMനെ വിമർശിച്ചാൽ ആങ്കർ കൊങ്ങി, BJPയെ വിമർശിച്ചാൽ ആങ്കർ കമ്മി, കോൺഗ്രസിനെ വിമർശിച്ച് സംസാരിച്ചാൽ ആങ്കർ കമ്മിയും സംഘിയുമാവും. മനുവിൻ്റെ ഒരവസ്ഥ നോക്കണേ. അങ്ങനെ കമ്മിയും കൊങ്ങിയും സംഘിയുമായും ഒക്കെ എല്ലാ ദിവസവും ഇങ്ങനെ മാറി മറിയാനുള്ളൊരു അവസരമാണ് എനിക്ക് കിട്ടുന്നത്. അതാണ് അതിലെ രസകരമായ കാര്യം. ഏതായാലും ഇത് ഞാൻ കമ്മിയാണ് എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മുടെ കൃഷ്ണൻകുട്ടിയും ദീപുവും ഒന്നും അംഗീകരിക്കില്ല. കാരണം അവർക്ക് ഞാൻ വേറെ പാർട്ടിക്കാരനാണ്. അപ്പോൾ അങ്ങനെയാണ്. കൊള്ളാം. അപ്പോൾ എല്ലാ പാർട്ടിയിലും നേതാക്കളുടെ സ്വത്ത് വിവരം പ്രസിദ്ധപ്പെടുത്തി സോഴ്സ് കണ്ടുപിടിച്ചാൽ എത്ര പേർ കാണും മാന്യന്മാർ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. അത് ഇതാണ് പല ആളുകളും മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ട് പടുകുഴിയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ വന്ന് കോടീശ്വരന്മാരായവരുടെ കഥ 1 2 100 ഇത്ര ആളുകളാണ്. ഇത് നഷ്ടമില്ലാത്തൊരു കച്ചവടമായി ഇതെങ്ങനെ ഇങ്ങനെ വ്യാപിക്കുന്നു എന്നത് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പലരും ആത്മകഥ എഴുതുമ്പോൾ കാണാറുണ്ട് അന്ന് പഠിത്തം നിർത്തേണ്ടി വന്ന സാഹചര്യം, പണിക്ക് പോകേണ്ടി വന്ന സാഹചര്യം, പിന്നെ ജീവിതത്തിൽ ഒരു പണിയും എടുക്കാതെ
ശതകോടീശ്വരന്മാർ ബഹുശതകോടീശ്വരന്മാരായി വളരുന്നു, മക്കൾ വിദേശ രാജ്യങ്ങളിലെത്തുന്നു. ഇതൊക്കെ ഈ രാജ്യത്ത് സംഭവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എളുപ്പ വഴി ഇതിപ്പോൾ വ്യക്തമായല്ലോ. കണക്കിൽപ്പെടാത്ത പണം ഇങ്ങനെ അമ്പലങ്ങളിൽ നിന്നും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ അടിച്ചു മാറ്റാൻ എത്ര എളുപ്പമാണ് എന്നതിൻ്റെ നേർചിത്രമാണ് അനുദിനം പുറത്തു വരുന്നത്. അപ്പോൾ മനു ആകെ ഇന്ന് ഉഷാറാണെന്ന് എന്നോട് ശശിധരൻ പിള്ള പറയുന്നു. ഞാൻ ഉഷാറായതല്ല, എനിക്കിങ്ങനെ ഇങ്ങനെ ഈ പണം കക്കുക എന്ന് പറയുന്നതിനോട് ഒരിക്കലും അങ്ങനെ യോജിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇത് ആലോചിക്കണം. ഇതൊരു മനുഷ്യൻ ഇതിലേക്ക് സംഭാവന നൽകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇതിൻ്റെ ഭാഗമാകുമ്പോൾ അവരെന്തുമാത്രം പ്രതീക്ഷയും ത്യാഗമൊക്കെ ചെയ്തിട്ടാണ്. ഇതിനേക്കാൾ മികച്ചത് വല്ല മോഷണത്തിന് നേരിട്ടിറങ്ങിത്തിരിക്കുന്നത് തന്നെയാണ്. ഇത്തരം പാവപ്പെട്ട മനുഷ്യരുടെ വിശ്വാസം, എത്ര ആളുകൾ, അവരുടെ ജീവിതം, എത്ര കുടുംബങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും കെട്ടിപ്പടുക്കാൻ വേണ്ടി അവർ ദുഃഖം അനുഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ പൈസ അടിച്ചു മാറ്റും. 220 കോടി CMR റിലീഫ് ഫണ്ട് എവിടെ എന്ന് എന്നോട് ഗോപാലകൃഷ്ണ കേശവൻ പിള്ള ചോദിക്കുന്നു. പിടിക്കണം, എല്ലാം പിടിക്കണം. ഞാൻ ഒരു കളവിനും അനുകൂലിക്കുന്ന ആളല്ല. ഇതിനിപ്പോൾ ആര് ചെയ്താലും ശരി. മനു നമസ്കാരം. BJP പ്രസിഡന്റ് ടോൾ ദിസ് ഇസ് എ ഫേക്ക് ന്യൂസ്. അപ്പോൾ കോട്ട് ആൻഡ് ഷർട്ട് ഈസ് സൂപ്പർ എന്ന് പറയുന്നത് ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് ഇറങ്ങിയിട്ടുള്ള സർക്കുലറുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ ആളുകൾക്കെതിരെ നടപടിയെടുത്തില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. എന്തിനാണ് നടപടിയെടുത്തത് എന്നും അദ്ദേഹം പറയുന്നില്ല. അങ്ങനെ പറയാതിരിക്കുന്നിടത്തോളം കാലം അത് സംശയത്തിൻ്റെ മുൾമുനയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ പാർട്ടിയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തയ്യാറാകാൻ പാടില്ലായിരുന്നു. ഇതാണ് അവർക്കെതിരെയുള്ള കുറ്റകൃത്യം, ഇതാണ് അവർക്കെതിരെയുള്ള ആരോപണം. അതുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തിയത് എന്ന് പറഞ്ഞ് മാറണമായിരുന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ടോ എൻ്റെ വായടച്ചതുകൊണ്ടോ ഈ കഥ ഇല്ലാതാകില്ല. ഇത് നാട് മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ ഇത് ചർച്ച ചെയ്യുകയാണ്. വിപുലമായ ചർച്ച. ആരെ വിളിച്ചാലും അവരെല്ലാം ഈ കഥയുടെ കൂടുതൽ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നെ കമ്മിയെന്നോ കൊങ്ങിയെന്നോ വിളിച്ചിട്ടൊന്നും ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ന് ഭയങ്കര എനർജിയാണ് എനിക്കൊന്ന് കുട്ടൻ വിളക്കത്തല പറയുന്നു. കുട്ടൻ വിളക്കത്തലയെ കാണുമ്പോൾ തന്നെ എനിക്ക് എനർജിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. മനു നമസ്കാരം എന്ന് ശ്രീ സതി ബാബുരാജ് എന്ന് പറയുന്നു. ഗോപകുമാരൻ ദിവാൾ ഗോഡ് ദ ഷെയർസ് ദിസ് ഇസ് ഓക്കെ. അപ്പോൾ എന്ത് തോന്നിയവാസം BJPക്കാർ ചെയ്താലും RSS കണക്ക് ചോദിക്കും എന്ന് എന്നോട് S കുമാർ പറയുകയാണ്. അപ്പോൾ അത് ചോദിച്ചാൽ അത് BJPക്കകത്തും ഫുൾ ടൈമർമാരുണ്ടല്ലോ, സംഘപ്രചാരകന്മാരായിട്ടുള്ളവർ. അപ്പോൾ അത് ചോദിക്കുമെന്ന് ഞാനും വിചാരിക്കുകയാണ്. നല്ല അറിവുള്ള ചേട്ടൻ, മണിമല ചേട്ടൻ. ഓക്കെ, പോട്ടെ. എന്തൊക്കെയോ പറയുന്നു. തോമസ് എന്നോടൊപ്പം ചേരുന്നത് മാരാരിക്കുളത്ത് നിന്നാണ്. ശ്രീ തോമസ് സാറേ നമസ്കാരം. സാറിന്റെ ഇന്നത്തെ പെർഫോമൻസ് ഒത്തിരി ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ എന്തൊക്കെയോ ഒരു ബ്ലഡിനകത്ത് എന്തോ ഒരു കയറുന്ന പോലെ ഇരിക്കുന്നു. സാറിന് നല്ല രീതിയിലാണ്. കാരണം ആരുടെയും പക്ഷം പിടിക്കാറുണ്ട്. സാർ നിയമത്തിന്റെ കൂടെ നിന്നുണ്ട്, നീതിക്ക് വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വ്യക്തി. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ തുറന്നു പറയാം. എല്ലാ പാർട്ടിയെക്കാളും പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ BJPക്കാരുണ്ടാക്കുന്ന പൈസ അവര് സ്വന്തമായിട്ട് വിഴുങ്ങുന്നില്ല. അവരിങ്ങനെ ആളെ ചേർക്കാൻ വേണ്ടിയിട്ട് വാരിക്കോരി കൊടുക്കുന്നു. ഞങ്ങളുടെ പാർട്ടിക്കാരുടെ മറ്റു പാർട്ടിക്കാരെല്ലാം അവരവര് നന്നായില്ല. BJPക്കാർ പൈസ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ജോബ് മലയക്കുളത്ത് ഉണ്ടായിരുന്ന ജോബ് കോൺഗ്രസിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് MLA ആക്കാൻ നിർത്തി മത്സരിപ്പിച്ചു. അയാൾക്ക് കോടികൾ കിട്ടി, അയാൾ തോറ്റുപോയി. കാരണം ഈ BJPക്കാരുണ്ടാക്കുന്ന പൈസ മുഴുവൻ ഇങ്ങനെ ചിലവാക്കിയാണ്. ഇപ്പൊ നമ്മുടെ മമതാ ബാനർജിക്ക് 480 കോടി ഇപ്പൊ തന്നെ അവർ മഴയിപ്പിച്ചു. ഇത് അവർക്ക് എവിടുന്നുണ്ടായതാ? അവർ 10 വർഷം 15 വർഷം പഠിച്ചപ്പോൾ അവർക്ക് ഇത് ഇത്രയും പൈസ എവിടുന്നുണ്ടായി? അവര് നേരത്തെ MP മാർക്ക് കൊടുത്തിനെ അവരായിട്ട് പോകത്തില്ലായിരുന്നു. അവരുടെ MP മാർക്ക് BJPക്കാർ കോടി കൊടുത്തല്ലേ അവരെ അങ്ങോട്ട് മാറ്റിയത്. അപ്പൊ ഈ ഇവരുടെ പൈസ വെച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അതാ നമ്മൾ ശരിക്കും ഇങ്ങനെ എന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കുറെ ചിന്തകൾ വരികയാണ്. കോൺഗ്രസ്സുകാർക്ക് പണ്ട് പൈസ ഉണ്ടായി, ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ മമതാ ബാനർജിക്ക് എങ്ങനെയാ ഇത്രയും പൈസ ഉണ്ടായ? അപ്പൊ അവര് ആ പൈസ ഈ ഒരേ MP മാർക്ക് ഒരേ കൊടുത്തിരുന്നെങ്കിൽ അവര് പോകുമായിരുന്നോ? അതുകൊണ്ട് സാർ ആലോചിക്കുക. അപ്പൊ ഈ BJPക്കാരുണ്ടാക്കിയിട്ട് അവരുടെ പാർട്ടിയിലേക്കുള്ളവരെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. അവര് സ്വന്തമായിട്ട് വള്ളം വീർപ്പിക്കുന്നില്ല, മറ്റവരെല്ലാം സ്വന്തമായിട്ട് വള്ളം വീർപ്പിക്കുന്നു. ഇത് കാശ് മുഴുവൻ സാർ പറഞ്ഞ പോലെ അമ്പലത്തുകാരുടെയും നമ്മുടെയൊക്കെ പാവപ്പെട്ടവരുടെ പൈസ എല്ലാവരും മേടിച്ചെടുക്കും. ഇത് എന്തൊരു ഒരു ചിന്തിച്ച് സാറിനെ ഞാൻ ഒത്തിരി പുകഴ്ത്തി അഭിനന്ദിക്കുക. ഇന്ന് സാറ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞല്ലോ. ഒത്തിരിയേറെ സന്തോഷം. നന്ദി, നമസ്കാരം. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീ തോമസ് മാരാരിക്കുളത്ത് നിന്നാണ് വിളിച്ചത്. അപ്പോൾ തോമസിൻ്റെ വാക്കുകളൊക്കെ വലിയ ഊർജ്ജം കിട്ടി. എന്നെ പലരും ഇതിൽ കമ്മി എന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയും ചിലർ എന്നെ അംഗീകരിക്കുന്നവരുണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം ശ്രീ തോമസ്. അപ്പോൾ എന്നോട് അജിത് കുമാർ മാറോളി പറയുന്നു, നമ്മുടെ ആചാരി പറഞ്ഞു ആരെങ്കിലും ഇത്രയും പൈസ വെച്ച് സെൽഫി എടുക്കുമോ എന്ന്. അപ്പോൾ അത് പോട്ടെ, ഇത്രയും പൈസ ഒരാൾ കയ്യിൽ വെക്കാമോ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളിത് വെച്ചാൽ
പടപടാന്ന് അന്വേഷണം വരും. ഓക്കെ. അപ്പോൾ സിനിമയിൽ കാണുന്ന ബാഗിലെ ക്യാഷ് ഒറിജിനലാണെന്ന് സുനിൽകുമാർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു BJP പാർട്ടി ഓഫീസിലെ പ്രധാന ചുമതല വഹിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിക്കാനുള്ള ഇത് സുനിൽകുമാറിനില്ലേ? സുനിൽ എന്നോട് പറയാം, അത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വെറുതെ വെച്ചെടുത്താണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുമോ? കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ പണം സമ്പാദിക്കുന്ന അല്ലെങ്കിൽ അതിൽ തൽപരനായ ഒരു വ്യക്തിയാണെന്ന് സ്വയം ഇങ്ങനെ ചെയ്യുമോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ കാണിക്കുമോ? അപ്പോൾ ഇത് എന്താണ് അതിൻ്റെ സന്ദേശം എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഷാജി പറയുന്നു, പ്രിയപ്പെട്ട മനു, ഇന്ന് എടുത്ത വിഷയം അടിപൊളിയാണ്, എല്ലാത്തിനും മൂട്ടിൽ തീ കത്തിക്കുന്നു. ശരി, ഓക്കെ. കട്ടവൻ ആരായാലും അവൻ, ഷാജി ഇന്ന് വലിയ സന്തോഷത്തിലാണ്, കട്ടവൻ ആരായാലും അവൻ കട്ടെങ്കിൽ കള്ളൻ തന്നെ പിടിക്കപ്പെടണം എന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ശ്രീ സജീവ് എന്നോടൊപ്പം ചേരുന്ന കൂത്തുപറമ്പിൽ നിന്നാണ്. സജീവിനെയൊക്കെ കേട്ട് സംസാരിച്ച് കുറേ ദിവസമായി. സുഖമായിരിക്കുന്നു സജീവേ? ഓ സുഖമായിരിക്കുന്നു. അനിയൻ എന്ത് പറയുന്നു? കുളിച്ച് ആണോ? ശരി. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ രണ്ടുപേരും? ഓക്കെ. ഞാൻ ദിവസവും 4 മണി എന്ന് പറയുമ്പോ നമുക്കൊരു MDMA പോലെ കേട്ടാ. എന്തൊക്കെ ഉദാഹരണങ്ങൾ പറയും. MDMA പോലെയാണ് പൊതുവേദി എന്ന് പറയുമ്പോ 4 മണി എന്ന് പറയുമ്പോ ഒന്ന് അത് നിങ്ങളാലും കിരണാലും അല്ല, ഇത് കാണണം. ഈരാത്താന്ന് ബാലസാട്ടം വരിക വടകരയല്ലേ, ഈരാത്താന്ന് ദ്വീപ് വരിക തിരുവനന്തപുരത്തുള്ള, ഈരാത്ത ജയേച്ചി വരിക കൊല്ലത്തുള്ള, പിന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ പുതിയ ആൾക്കാർ വരെ വന്ന്. പിന്നെ ഞാൻ മനോട് ഞാൻ പറഞ്ഞത് എന്നാ അറിയോ, എനിക്കൊരു ഇടവേള അനിവാര്യമാണ് പെട്ടെന്ന്. അല്ല, നിങ്ങളിപ്പോ ഒരു ഫോട്ടോ കാണിച്ചില്ലേ PK കൃഷ്ണദാസിന്റെ സെൽഫി എടുത്ത ഫോട്ടോ? അത് ശരിക്കൂല്ലേ? നിങ്ങളൊരു മാധ്യമ പ്രവർത്തകർ, നിങ്ങൾക്ക് അറിയാതിരിക്കാൻ പറ്റില്ല PK കൃഷ്ണദാസിന്റെ. PK കൃഷ്ണദാസ് എനിക്ക് നല്ല ഇത്ര അടുത്ത ബന്ധം, അതായത് ഒരു സ്ക്രീനും ഞാനും തമ്മിൽ ദൂരേ ഉള്ളൂ. അത്ര അങ്ങനെ ഓർക്ക് എന്നെ അറിഞ്ഞൂടാ, പക്ഷെ എനക്കോറെ അറിയാം. ഞാനോരു ഇങ്ങനെ കൈ കൊടുത്ത് സംസാരിച്ച വ്യക്തിയാ. ഓരൊന്നും ഇന്ന് ഇവരൊരു രാഷ്ട്രീയ ജാടയിലാണ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അങ്ങ് പറയുന്നത് 100% യോജിക്കുകയാണ്. എനിക്കും നന്നായി അറിയാവുന്ന ആളാണ് ശ്രീ PK കൃഷ്ണദാസ്. പക്ഷേ ഇതുപോലെ ഒരാളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഇത് BJP പ്രവർത്തകരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമേ അദ്ദേഹത്തിന് പണം കൊടുത്തുള്ളൂ എന്നാണ് കേട്ടോ. ഈ തട്ടിപ്പിൽ PK കൃഷ്ണദാസിന് പങ്കുണ്ട് എന്നൊരർത്ഥത്തിൽ ഞങ്ങൾ പിന്നെ പറയുന്നില്ല. അത് അദ്ദേഹം അത്തരക്കാരനല്ല എന്ന് എനിക്ക് നന്നായി അറിയാവുന്നതാണ്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്, വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പാർട്ടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആദർശമൊക്കെ വേറെന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവിടെ നിൽക്കണം. ശരി, വ്യക്തമാണ്. അപ്പോൾ ഇന്ന് സമയം എനിക്കൊരു ചെറിയ ഇടവേള വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രൊഡ്യൂസർ. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള ആവശ്യമാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്തിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ശ്രീ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ചന്ദ്രൻ നായർ. സാർ, മനുഷ്യർ അതായത് നമ്മളുടെ പണ്ട് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് വീരമൃത്യു മരിക്കുന്ന ഈ സൈനികരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടിയിലാക്കി ടെലിഫോൺ ക്ലിയർ അല്ല, കുറച്ചും കൂടി റേഞ്ചിലേക്ക് വന്നിട്ട്. സാർ കേൾക്കാമോ? സാർ കേൾക്കാം. സാർ, നമ്മുടെ വാജ്പേയി സർക്കാർ ഇല്ല, ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ട്. അങ്ങ് റേഞ്ചിൽ വന്നിട്ട് ഒന്നും കൂടി വിളിക്കും. ഓക്കെ, എന്നോടൊപ്പം ശ്രീ ഷാജി കൊല്ലത്തുനിന്ന് ചേരുന്നു. ഷാജി. നമസ്കാരം. അല്ല, ഇത് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് തന്നെ അറിയാം, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒക്കെ ഒരു ഇച്ചിരി സാധ്യതയുള്ള മേഖലകളാണെങ്കിൽ അവരൊഴുക്കിയ പണത്തിന് കൈയും കണക്കൂല. നമുക്ക് അന്താളിച്ചു നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവര് പിന്നെ മറ്റൊരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു BJPയുടെ വലിയ നേതാവ്, കൗൺസിലറൊക്കെ ആയിരുന്ന അയാൾ ആത്മഹത്യ ചെയ്തു. കൗൺസിലറോ അങ്ങോട്ടായിരുന്നു തോന്നുന്നു. ലോൺ എടുത്ത് പറ്റിച്ചാണ്. അതിൽ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഇതിലുണ്ട്.
അതെ അതെ. അപ്പോ അന്ന് അവരുടെ ഇപ്പോഴും സജീവമായി മുഖ്യധാരയിലൊക്കെ നിൽക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ ഒരു 30 ലക്ഷം രൂപയുടെ ബാധ്യത ഈ ബാങ്കിൽ ഉണ്ടാക്കി വെച്ചത് ഉത്തരവാദി അദ്ദേഹമാണെന്ന് അദ്ദേഹം എഴുതി വെച്ചിരുന്നതായിട്ട് ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു, ഒരു ആത്മഹത്യാ കുറിപ്പും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം മറ്റൊരു ചാനലിലൂടെ കണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഈ പൈസ തിരിച്ചടച്ചു എന്നുള്ളൊരു വാർത്ത ഞാൻ കണ്ടു. അപ്പൊ അതിന്റെയൊക്കെ നിജസ്ഥിതി വരണം. ഇവരെന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഈ പ്രധാനമന്ത്രിയുടെ ഒരു PM ഫണ്ട് വരെ ഉണ്ട്. അതിനകത്ത് അത് ഓഡിറ്റിങ്ങിന് പോലും ആക്കരുത് എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ MLA മാര് MP അതുപോലെ തന്നെ ഒക്കെ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വിനിയോഗിക്കുക. അനധികൃതമായിട്ട് കണ്ടമാന കമ്പനികളുടെ ഒക്കെ ക്രയവിക്രയങ്ങൾ ഇവരിലൂടെ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചപ്പോൾ ഒരു മുല്ലപ്പൂ വെച്ച നിഴലാണ് കൊണ്ടുപോയി പൈസ കൊടുക്കുന്ന യാതൊരു ഒളിപ്പുമില്ലാതാ പറഞ്ഞത്. ഇത് കൊടകരയിലെ എവിടം വരെത്തി? കൊടകരയിലെ ഈ ED ഒക്കെ എവിടെയാണ്? അപ്പൊ ഇവരുടെ മുമ്പിൽ ചത്ത പോലെ കിടക്കുകയാണ്. നമ്മൾ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഏതെങ്കിലും ഒരാൾ അഴിമതിയുടെ ആരോപണം നേരിട്ട് കഴിഞ്ഞാൽ ആ ED അവരെ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ അവർ നേരെ അപ്പുറത്തോട്ട് ചാടിയ പിന്നെ അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടന്നതായിട്ട് ശ്രീമാൻ മനുവിന് പറയാൻ കഴിയുമോ? അപ്പൊ എന്ത് ജനാധിപത്യമാണ് ഇവിടെ എന്ന് പറയുന്നത്? കച്ചവടമാണ് നടക്കുന്നത്. ഇവിടെ ഒരു പകുതി വില കൊടുത്തിട്ട് സാധനം കൊടുക്കുന്ന ഒരു സിസ്റ്റം എറണാകുളത്ത് ഒരു കമ്പനി കൊണ്ടുവന്ന് അതിന്റെ ഒരു പ്രൊമോട്ടറായിട്ട് BJPയുടെ സംസ്ഥാന നേതാവ് വന്നു. എത്ര പേർക്ക് കൊടുത്തു? അയാളുടെ സാമ്പത്തിക നില ഭയങ്കരമായിട്ട് ഉയർന്നു എന്നുള്ളതാണ് ചർച്ചയിലൂടെയൊക്കെ പലരെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ടെന്നേ. ഇവരെന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ ബിസിനസ്സാണ്. ഇവിടെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഒരു 2ാം സ്ഥാനത്തല്ല, ഒരു ഇച്ചിരി ആ ഒരു പ്രദേശത്ത് ഒരു ഇച്ചിരി സ്വാധീനം ഉണ്ടെങ്കിൽ ഓരോ വോട്ടർമാർക്കും എണ്ണി അവർ പൈസ മേടിക്കുന്നുണ്ട്. കണ്ടമാനം. നമ്മളൊക്കെ പ്രദേശത്ത് നിന്ന് ഇടതുപക്ഷത്തിൽ പ്രവർത്തനം നടത്തുന്നവർ അന്താളിച്ച് നിന്നിട്ടുണ്ട്. നമുക്ക് അവരോടൊപ്പം ആ ഒരു കാര്യത്തിൽ ഓടിയെത്താൻ പലപ്പോഴും കഴിയാതെ വന്നിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് കണ്ടമാനം പൈസയാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. എന്ത് സാരോപദേശം പറഞ്ഞാലും എന്ത് ഇത് പറഞ്ഞാലും ഇവര് കാണിച്ചു കൂട്ടുന്ന ഈ മോഡി കേന്ദ്രത്തിൽ വന്നതിന് ശേഷം ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചടക്കിയത് പണബലം കൊണ്ട് മാത്രമാണ്. പിന്നെ രണ്ടാമത് അവരുടെ അധികാര ബലവും കൊണ്ട്. അതാണ് കേരളത്തിൽ ഒരു സൈഡിൽ കൂടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിടിച്ചടക്കുന്നതിന് ഇതിനകത്തൊക്കെ ഗണ്യമായ ഒരു പങ്കുണ്ട്. ഇതൊക്കെ വളരെ വളരെ കഷ്ടമാണ് എന്നേ ഇപ്പം പറയാൻ പറ്റുന്നുള്ളൂ. ഇതൊന്നും ഒരു അന്വേഷണം എങ്ങും ചെന്നെത്തത്തില്ല. എവിടെ എത്തുന്നത്? കൊടകരയിലെ എന്തായി തീർന്നു നമുക്കറിയാമല്ലോ. ED ഒക്കെ എവിടെ? എന്ത് അന്വേഷണം? അവസാനം പറഞ്ഞ ഈ സമയം മെനക്കെടുത്തിയ മനുവും അതുപോലെ തന്നെ ന്യൂസ് 18 ഞാനും എല്ലാം ഇങ്ങനെ എളിഫേരായിട്ട് നോക്കിയിരിക്കേണ്ടി വരും. അതാണ് നടക്കാൻ പോകുന്നത്. ശരി, ഓക്കെ, വ്യക്തമാണ് ശ്രീ ഷാജിയുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ 4 മണി MDMA പോലെയാണെന്നൊരു പ്രേക്ഷകൻ പറഞ്ഞില്ല. അപ്പോൾ അത് ഗോമാതാജി അതിൽ ചിരിക്കുകയാണ്. 4 o'clock ഈസ് MDMA എന്ന് പറയുന്നു. MDMA ആണോ അന്തിക്കള്ളാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകൾ അതിന് ഓരോ കമൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. മനൂർ, there are these types of fraud people are seen in all parties, but these parties take strict action against these frauds and they should be appreciated. I think RSS will take up this strictly എന്ന് എന്നോട് ശ്രീമതി കുമാരി പത്മജ എന്നോട് പറയുന്നു. ഓക്കെ, ശ്രീമതി പത്മജയുടെ ആ പ്രതീക്ഷകൾ ശരിയാകട്ടെ എന്ന് ഞാനും വിചാരിക്കുകയാണ്. ഇത്തരക്കാരെയൊക്കെ പുറത്തേക്കുള്ള വാതിൽ അവർ കാണിച്ചു കൊടുക്കും എന്നാണ് ഞാനും കരുതുന്നത്. ഓക്കെ, അപ്പോൾ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനെ തോളിലേറ്റി നടന്നവരാണ് സ്വന്തം പാർട്ടിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തൊരു ന്യായീകരണം എന്ന് പറയുന്നു സന്തോഷ് പരിപ്പായി. അതും ശരിയാണ്. പൊതുവേദിയിൽ BJPക്കെതിരെ ഇതുപോലെ ഒരു ചർച്ച വന്നതിനെ അഭിനന്ദിക്കുന്ന ഞാൻ BJPക്കെതിരെയല്ല, ഞാൻ കോൺഗ്രസിനെതിരെയോ BJPക്കെതിരെ ഞാൻ ഈ കള്ളന്മാർക്കെതിരെയാണ്. അത് യാതൊരു സംശയമില്ല. അപ്പോൾ അന്തിക്കള്ള് വേണ്ട, MDMA മതി എന്ന് പറയുന്നത് 4 മണി പൊതുവേദി പലതരത്തിലുള്ള രഹലിയാണെന്ന് ആളുകൾ പറയുകയാണ്. ഏതായാലും ഇവരാരും നമ്മുടെ കൂട്ടുകാരും മദ്യപിക്കുകയോ MDMA ഉപയോഗിക്കുകയോ ചെയ്യാത്തവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് മഴ കനത്ത് പെയ്യുന്നതായി എന്നോട് ധന്യ പറയുന്നു. ഡൊണാൾഡ് ഡക്ക് എന്നോട് പറയുന്നത് BJPക്കെതിരെ എത്ര ആരോപണങ്ങൾ ഉന്നയിച്ചാലും അത് കൂടുതൽ ശക്തമായി വളർന്നുകൊണ്ടിരിക്കും, അത് ഓർമ്മയിൽ വെച്ചോളൂ എന്ന് എന്നോട് ഡൊണാൾഡ് ഡക്ക് പറയുന്നു. ഡൊണാൾഡ് ഡക്കിനോട് ഞാനും ഒരു കാര്യം പറയുന്നു, നിങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള കാട്ടുകള്ളന്മാരുടെ ചുമലിൽ ഏറിയാകരുത്. അങ്ങനെ ആയാൽ നിങ്ങൾ എത്ര വളർന്നാലും അതിനൊരു വിലയുമില്ലാതാകും. അത് നിസ്വാർത്ഥരായി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുടെ ത്യാഗമനോഭാവങ്ങളിൽ നിന്നാണ് ലോകത്തെല്ലാ സംഘടനകളും ഉയർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സംഘടന വളർന്നാൽ മാത്രമേ അതിനെ നമ്മൾ വളർച്ച എന്ന് വിളിക്കൂ. മറ്റതിനെ ഒരു സംഘടനയുടെ വളർച്ചയായി കാണാനാവില്ല. കൊള്ളസംഘത്തിൻ്റെ വളർച്ചയെ ആരും വളർച്ച എന്ന് വിളിക്കില്ല. അത് നല്ല മനുഷ്യരുടെ വളർച്ചയെ മാത്രമേ, നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ വളർച്ച മാത്രമേ നമ്മൾ വളർച്ച എന്ന്
പറയാറുള്ളൂ, മറ്റത് തകർച്ചയാണ്. അപ്പോൾ എത്ര വലുതായി എന്നതല്ല കാര്യം, എങ്ങനെ വലുതായി എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഭാരതീയ ആശയം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. മാർഗം വളരെ പ്രധാനപ്പെട്ടതാണ്. മാർഗത്തെ സാധൂകരിക്കുമെന്ന് പറയുമ്പോഴും മാർഗവും മഹത്തരമായിരിക്കണമെന്ന് വിശ്വസിച്ച മഹാത്മജിയുടെ മണ്ണാണ് ഇത്. അത് ഡൊണാൾഡ് ഡക്കും ഒന്ന് ഓർമ്മ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ന്യൂസ് 18 ചാനൽ BJP നേതാക്കൾ ഇന്ന് ചർച്ചയ്ക്ക് പോകരുത്, ഇത് വിഷമാണ് എന്ന് എന്നോട് പറയുന്നു. ഈ പ്രദീപ് ഇടവളത്തിനോട് എനിക്ക് പറയാനുള്ള അതല്ല നിങ്ങൾ പ്രദീപ് ഇടവളത്തെ പറയേണ്ടത്. ഇതുപോലെയുള്ള കാട്ടുകള്ളന്മാരെ നിങ്ങൾ BJPയിൽ വെക്കരുതെന്ന് അവരോടാണ് പറയേണ്ടത്, അല്ലാതെ ഞങ്ങളെയല്ല ബഹിഷ്കരിക്കേണ്ടത്. ഇതുപോലുള്ള കാട്ടുകള്ളന്മാരെ കയ്യിൽ കൊണ്ട് നടക്കുന്ന അവരെ താങ്ങി നടക്കുന്നവരെയും അവരുടെ മേലാളന്മാരെയും ഒക്കെയാണ് നിങ്ങൾ ബഹിഷ്കരിക്കേണ്ടത്. അല്ലാതെ ഇത് വിളിച്ചു പറയുന്നവനെ ബഹിഷ്കരിക്കുന്ന നയം ശരിയല്ല. എൻ്റെ പ്രദീപൻ ഇടവലത്തെ BJP ടേക്സ് ആക്ഷൻ ആപ്ലി, സോ ദേ ആർ റൂളിംഗ് ഫോർ 3 കോൺസിക്യൂട്ടീവ് ടേംസ്. സന്തോഷം, അത് നോക്കാം, നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. രക്തസാക്ഷി ഫണ്ടുകൾ എന്തായി എന്ന് ഒക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല അത് എന്നോട് മറുപടി പറയും. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, BJPയുടെ ഈ തട്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ BJP പ്രതിവർത്തകരൊക്കെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഇതിന് രക്തസാക്ഷി ഫണ്ടിൻ്റെ തട്ടിപ്പ് എന്നതാണ്. അപ്പോൾ ഇത് എല്ലാ പാർട്ടികളും ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? നമസ്കാരം. ഞാൻ 4 മുതൽ വിളിച്ച് ഒരു പ്രാവശ്യം കിട്ടി, പിന്നെ ലൈൻ കട്ടായി, പിന്നെ വിളിച്ചപ്പോ കിട്ടിയതാ. അത്രയും സമയം എടുത്തു. എന്തായാലും ഉണ്ടല്ലോ, കുഴപ്പമില്ല. നമ്മളിങ്ങനെ എന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ, നമ്മൾ സ്ഥിരമാണല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് CPM-ല് ഇങ്ങനെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് കണക്ഷൻ കിട്ടിയത് എന്നോട് പറഞ്ഞു. പക്ഷെ അങ്ങയുടെ ഒട്ടും ഓഡിബിൾ അല്ല. ഞാൻ പറയാം, ഇപ്പൊ കേൾക്കണ്ടോ? ക്ലിയർ. അതായത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി CPM-നെ എതിരെ വന്ന ആരോപണത്തിന് മറുപടി പറയുകയും ആ ചാപ്റ്റർ CPM-നെ സംബന്ധിച്ച് ക്ലോസ് ആവുകയും ചെയ്തു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ CPM-ന്റെ ബ്രാഞ്ച് തലം വരെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഓരോ കമ്മിറ്റിയും വിനിയോഗിച്ച് എങ്ങനെയെന്ന് അതാത് ബ്രാഞ്ചിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അതാണ് CPM ചെയ്യുന്നത്. ഇതിന് ഓഡിറ്റും CPM-ന്റെ തന്നെ ഓഡിറ്റ് ഉണ്ട്, പിന്നെ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ CPM-നെ സംബന്ധിച്ച് ഒരു ഗുണമുണ്ട്, CPM ആരുടെ കയ്യിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നില്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് വലിയ അഴിമതിയാണെന്നും അതിനെതിരെ സുപ്രീം കോടതി കേസ് പോയി ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടെന്ന് കാശ് ചെയ്യിച്ചതും സുപ്രീം കോടതിയെ കൊണ്ട് ചെയ്യിച്ചതും CPM ആണ്. ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത 2 പാർട്ടികളേ ഉള്ളൂ, CPM-ഉം CPI-യും ആകുന്നില്ല. അത്രയ്ക്ക് സംതൃപ്തമായിട്ടാണ് CPM-നെ സംബന്ധിച്ച് പാർട്ടി ഫണ്ടുകളും വരുന്ന പൈസയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM ഏത് കാര്യത്തിന് വേണ്ടി പണം പിരിക്കുമെന്ന് പറഞ്ഞാലും ആ കാര്യം നടത്തി ജനത്തിനെ കാണിക്കാറുണ്ട്. ബാലൻസ് എത്രയാണെന്ന് അതാത് കമ്മിറ്റികൾ വായിച്ച് പാസ്സാക്കാറുണ്ട്. അല്ലാതെ CPM ഒരു കള്ളത്തരം കാണിക്കുന്ന പാർട്ടിയല്ല. അതേ സമയത്ത് BJP-യിൽ നടക്കുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് BJP-യിലെ ഈ ഫണ്ട് തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ അവര് അയോധ്യ കാണിക്കുന്നതൊക്കെ അറിയാമല്ലോ. ഇത്രയും വലിയ തട്ടിപ്പ് ലോകത്തിലെവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി അല്ലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള പാർട്ടി. ശ്രീ കൃഷ്ണൻകുട്ടി, സമയമായതുകൊണ്ടാണ്, അങ്ങ് സ്ഥിരം നമ്മുടെ പ്രേക്ഷകനാണല്ലോ, അപ്പോൾ എനിക്ക് ഇന്ന് ഇത് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. സമയം അതിക്രമിച്ചുകൊണ്ട് നമുക്ക് അങ്ങ് നാളെ ഇത് പറയാം. അങ്ങ് നമ്മുടെ എല്ലാ ദിവസവും ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ ചോദിച്ചിരുന്നു. ഈ നിലപാട് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ BJP-യിലെ വലിയൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഈ ഫണ്ട് തട്ടിപ്പ് വിവാദം പാർട്ടിയുടെ പ്രതിച്ഛായയെ തകർക്കുന്നു എന്നതാണ്. 83% ആളുകളാണ് അങ്ങനെ വിചാരിക്കുന്നത്. അപ്പം ന്യായീകരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണ് ഈ കണക്കുകൾ സൂചിക്കുന്നത്. ഏതായാലും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ശരിയാകാം, തെറ്റാകാം, അത് അന്വേഷിച്ച് വ്യക്തത വരുത്തുന്നത് അത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വം ആ സംഘടനയെ വിശ്വസിച്ച് നിസ്വാർത്ഥരായി പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തവും വിശ്വാസയോഗ്യവുമായ ഒരു മറുപടി നൽകുക എന്നതാണ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെങ്കിൽ അത് തെളിയിക്കാൻ കൂടിയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാതെ ഉത്തരവാദികളെ കണ്ടെത്തി മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണം. പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ശക്തി തെറ്റുകളെ ന്യായീകരിക്കലല്ല, അവയെ ധൈര്യത്തോടെ തിരുത്തി മുന്നേറുക എന്നതാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.